അന്ന് വന്നിട്ട് പരിചയമാണ്. പാട്ടൊക്കെ പാടിയതല്ലേ? ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് കേൾക്കായിരിക്കും അല്ലേ? കാർത്തിക മാസത്തൊക്കെ കേട്ടിട്ടുണ്ട്, ദാമോദര മാസത്തൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ഓമനേച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹരേ കൃഷ്ണ. അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഭഗവാൻ ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ് പുതൂർക്കരയ്ക്ക്. എന്തിനാ? ഇവിടുത്തെ കുറേ നല്ല ഭക്തരുണ്ടെന്ന് ഭഗവാൻ അറിയാം. അവരെ മുഴുവൻ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ കൊണ്ടുപോകുന്നത് അല്ലേ? രേവതി മൂല, പുതൂർക്കര ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ ഭഗവാനൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ. നമ്മൾ ഒരുപാട് സ്ഥലം അന്വേഷിച്ചു, പക്ഷെ എവിടെയും ശരിയായില്ല. കിട്ടിയത് ഇവിടെയാണ്. അപ്പം ഞാൻ കൃഷ്ണ ഒരു പ്ലാനിങ് ഉണ്ട്. ഇവിടെ ഒരുപാട് ഭക്തരുണ്ടാവും, ഗുരുവായൂരപ്പൻ്റെ ഒരുപാട് ഭക്തരുണ്ടാവും. നമ്മളിതാണ് ചെയ്യണത്, ഹരേ കൃഷ്ണ സത്സംഗമാണ്. അപ്പോൾ അത് ശരി തന്നെയാണ്. കുറേ പേരുണ്ട് ഭക്തർ, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ ആൾക്കാർ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. നമ്മൾ ഇസ്കോൺ എന്ന് കേട്ടിട്ടുണ്ടോ? ഇസ്കോൺ പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര കൃഷ്ണാബോധ സമിതി എന്നാണ് പേര്. ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസ് എന്നൊക്കെയാണ് അതിൻ്റെ ഫുൾ ഫോം. അതായത് നമ്മളെ കൃഷ്ണഭക്തി, നമ്മുടെ മൈൻഡിൽ കൃഷ്ണഭക്തി ഉണ്ടാക്കിയെടുക്കുക, കൃഷ്ണഭക്തരാക്കി മാറ്റുക എല്ലാവരെയും. അതിൻ്റെ ലക്ഷ്യത്തോടെ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് എന്ന് പറഞ്ഞിട്ടൊരു മഹാഭക്തൻ തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനമാണത്, കൃഷ്ണ ഭഗവാന്റെ തന്നെ. അപ്പോൾ അതിൽ നമ്മൾ കൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്സവങ്ങളും, അഷ്ടമി രോഹിണി അല്ലേ, അതൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ അതുപോലെ നരസിംഹ ഭഗവാൻ ജനിച്ച ദിവസം ആഘോഷിക്കും. അതുപോലെ രാധാറാണിയുടെ ഉത്സവം ആഘോഷിക്കും. അങ്ങനെ ഒരുപാട് ഭഗവാനുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്സവങ്ങളും ആഘോഷിക്കും. എല്ലാവർക്കും ഈ നാമജപം പറഞ്ഞു കൊടുക്കുക, കൃഷ്ണഭക്തിയുടെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ അയ്യന്തോളിൻ്റെ ആ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെയാണ്. ഓരോ സ്ഥലത്തും അതിൻ്റെ ബ്രാഞ്ചുകളുണ്ട്, ഇസ്കോണിൻ്റെ ബ്രാഞ്ച്. അപ്പോൾ അയ്യന്തോളിൽ നമ്മൾ തുടങ്ങിയിട്ട് 10 വർഷമായി. ഇവിടേക്ക് എത്തിയിരുന്നു നമ്മൾ അയ്യന്തോൾ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തായിരുന്നു. അത് കാരണം ഈ ഭാഗത്തേക്ക് അങ്ങനെ എത്തി. ഇവർക്കൊക്കെ അറിഞ്ഞിരുന്നു, പക്ഷേ സീരിയസ് ആയിട്ട് ഉള്ളേരിയകൾക്കൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ ഭാഗത്തുള്ളവർക്ക് അറിയുള്ളൂ. നമ്മൾ തുടങ്ങിയത് 2016 തുളസിക്കുട്ടിക്ക് 1 വയസ്സായപ്പോഴാണ് തുടങ്ങിയത്. അപ്പോൾ ജഗസാക്ഷി പ്രഭു ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇസ്കോൺ ഗുരുവായൂരിലെ ലോഹിദാസൻ പ്രഭു എന്നൊക്കെ പറഞ്ഞൊരു പ്രഭു ഉണ്ട്. അദ്ദേഹമൊക്കെ വന്നിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ അയ്യന്തോൾ തുടങ്ങിയത്. അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ ഹാളിലൊക്കെ ഇങ്ങനെ ചെയ്ത് നമ്മളിങ്ങനെ ഇപ്പോൾ ഇവിടെ സ്വന്തമായിട്ട് നമുക്ക് സ്ഥലം കിട്ടി. ഇപ്പോൾ വീട്ടിലിപ്പോൾ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ നമുക്കൊരു ഹോളൊക്കെ പുതിയത് പണിത് ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഭഗവാന്റെ കാര്യങ്ങൾ എല്ലാവരും കൂടുതൽ ഭക്തർ വരട്ടെ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വെച്ചത് കഴിഞ്ഞാൽ ദാമോദര ആരതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരതിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മാസം ഒക്ടോബർ ഏകദേശം 6 മുതൽ തുടങ്ങി. ഒക്ടോബർ 7 തുടങ്ങി. ഒക്ടോബർ 7 മുതൽ നവംബർ 5 വരെ ദാമോദര മാസം എന്നാണ് സാൻസ്ക്രിറ്റിൽ ഈ മാസം അറിയപ്പെടുക. നമ്മൾ ഇംഗ്ലീഷിൽ ഒക്ടോബർ നവംബർ എന്ന് പറയണു അല്ലേ? അതുപോലെ നമ്മുടെ ശരിക്കുള്ള കലണ്ടർ പറഞ്ഞാൽ സംസ്കൃത കലണ്ടർ അല്ലേ? അതിൽ അറിയപ്പെടുന്നത് ഓരോ മാസവും വിഷ്ണുവിൻ്റെ പേരാണ്. ഇപ്പോൾ മാധവ മാസം, കേശവ മാസം എന്നൊക്കെയാണ്. ഫസ്റ്റ് മാസം എന്താണ്? കേശവ മാസമാണ്. പിന്നെ നാരായണ മാസം, മാധവ മാസം, ഗോവിന്ദ മാസം, അങ്ങനെയാണ് അതിലറിയപ്പെടുക. വിഷ്ണുവിൻ്റെ 12 നാമങ്ങളാണ്. അപ്പോൾ അതിൽ വന്ന് നോക്കുമ്പോൾ ഈ മാസം വന്നിട്ട് ദാമോദര മാസം എന്നാണ് പേര്. ഈ ദാമോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം, ദാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? കയർ അല്ലേ? ദാമം എന്ന് പറഞ്ഞാൽ കയർ എന്നാണ് അർത്ഥം കേട്ടോ. ഉദരം എന്ന് പറഞ്ഞാൽ അറിയാം, വയർ അല്ലേ? വയറിൽ കയറ് കെട്ടിയിട്ടുള്ള കൃഷ്ണ ഭഗവാന്റെ രൂപമാണ് ഈ ദാമോദരൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ദാമോദര ഭഗവാനെ പ്രാർത്ഥിക്കുന്ന മാസമാണ് ഈ മാസം. അപ്പോൾ എന്താണ് ഇത്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? യശോദാദേവി ഉണ്ണിക്കണ്ണന് ഉരലിൽ കെട്ടിയിട്ടുള്ള ഒരു ലീല, ആ ലീല നടന്നത് ഈ മാസം. അതായത് ഈ കാർത്തിക മാസം എന്നും പേരുണ്ട് ഈ മാസത്തിന്. അപ്പോൾ ഈ മാസത്തിൽ ഒരുപാട് കൃഷ്ണ ഭഗവാന്റെ ദിവ്യമായ ലീലകൾ നടന്നിട്ടുണ്ട്. ഭഗവാൻ വളരെ പ്രസന്നമായിരിക്കുന്ന മാസം, സന്തോഷമായിരിക്കുന്ന മാസം അല്ലേ? സന്തോഷമായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാലും അല്ലേ നമ്മുടെ കിട്ടും. അതായത് നമ്മുടെ അച്ഛനും അമ്മയും സന്തോഷത്തിലാണെങ്കിൽ മക്കൾ എന്ത് ചോദിച്ചാലും അവരിങ്ങനെ ശരി 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 ഒക്കെ സമ്മതിക്കും. ദേഷ്യത്തിലിരിക്കുകയാണെങ്കിലോ വേണ്ടത് ചോദിച്ചാൽ പോലും അവർ സമ്മതിക്കില്ല അല്ലേ? അതുപോലെ കൃഷ്ണ ഭഗവാൻ വളരെ പ്രസന്നനായിരിക്കുന്ന മാസമാണ്. ആധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ നല്ല ഫലം കിട്ടുന്ന മാസം, പുണ്യമാസം എന്ന് പറയും. ഒരു ജപമാലയിൽ 1 മാല ജപിച്ചു കഴിഞ്ഞാൽ അത് 1000 മാലയുടെ ഫലം കിട്ടുമെന്ന് പറയും. ഈ മാസം ജപിച്ച എന്ത് പുണ്യം ചെയ്താലും അതിന് അത്ര ഇരട്ടി അതിന് നമുക്ക് അതിൻ്റെ നല്ല സിദ്ധി ഉണ്ടാവും എന്നാണ് ഈ മാസത്തിൽ പറഞ്ഞത്. ഈ മാസത്തിൻ്റെ ലീല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലീലകളാണ്, കുറേ പേര് അറിയാത്തതുണ്ടാവും. അപ്പോൾ ഈ ലീല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോകുലം എന്ന് കേട്ടിട്ടില്ലേ? വൃന്ദാവനത്തിൽ ഗോകുലത്തിൽ ആണ് കൃഷ്ണ ഭഗവാൻ അല്ലേ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവരവിടെയാണ് താമസിച്ചത്. യശോദയുടെയും നന്ദഗോപരുടെയും, യശോദയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? നന്ദഗോപര് യശോദയുടെ ഭർത്താവ് അല്ലേ?
ആ കൃഷ്ണൻ്റെ അച്ഛനും അമ്മയാണ്. അവരുടെ മകനായിട്ട് വളർന്നത് ഈ ഗോകുലത്തിലാണ്. അപ്പോൾ അവരുടെ ജോലി എന്തായിരുന്നു? അവർ വ്രജവാസികൾ എന്ന് പറയും അല്ലേ, വൃന്ദാവനവാസികൾ. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ പശുവിനെ മേയ്ക്കുകയാണ് അല്ലേ. നിറയെ പശുവും കൃഷിയും ഒക്കെ ആയിരുന്നു. നമ്മുടെ ആ സംസ്കാരം തന്നെ പശുവിലും കൃഷിയിലൊക്കെ തന്നെയാണ്. അത് തന്നെയാണ് അവർ ചെയ്തിരുന്നത്. ഭഗവാൻ മാട് മേയ്ക്കുന്ന പിള്ളേരുമായിട്ടില്ലേ ഭഗവാന് കമ്പനി കൂടുതൽ അല്ലേ. വലിയ വിദ്യാഭ്യാസമുള്ളവരൊന്നും അല്ല വ്രജവാസികൾ. പക്ഷെ മാട് മേയ്ക്കുന്ന പെൺപിള്ളേരും ആൺപിള്ളേരുമായിട്ടാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം അവരെയാണ്. പശുവിനെ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ അത്രയും തൃപ്തനാണെന്ന് പറയും. ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടമാണ് പശുവിനെ നോക്കുന്ന ആൾക്കാരെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ അവിടെ നിറയെ പശുക്കളുണ്ടായിരുന്നു. ഈ നന്ദഗോപർക്കും യശോദാദേവിക്കും ഏകദേശം 9 ലക്ഷം പശുക്കളുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അത്രയധികം ദാസിമാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പശുവിനെ കറക്കണയിലൊക്കെ അറിയാം. ഒരു പശു ഉണ്ടെങ്കിൽ തന്നെ വീട്ടിൽ എല്ലാവർക്കും പണിയാണ് അല്ലേ. അപ്പോൾ 9 ലക്ഷം പശുക്കളിൽ ഒരുപാട് ദാസിമാരൊക്കെ ഉണ്ടായിരുന്നു ആ പണിയെടുക്കാനായിട്ട് അല്ലേ. നേരത്തെ എനിക്ക് പാല് കറക്കണം അല്ലേ, തൈര് ഉണ്ടാക്കണം, പാല് തിളപ്പിക്കണം അല്ലേ, അതിൽ നിന്ന് തൈര് ഉണ്ടാക്കണം, വെണ്ണ ഉണ്ടാക്കണം, പിന്നെ ചാണകം വാരണം അല്ലേ. ചാണകത്തിൽ നിന്ന് അവർ വൃന്ദാവനത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ചാണകത്തിന് പരത്തി ഉണക്കിയിട്ട് ചാണക വരളി പറയും. അത് ഉണക്കിയിട്ട് അതാണ് അവർ കത്തിക്കുക. ആരോഗ്യത്തിന് നല്ലതാണ്. നമുക്ക് ആ ഫുഡല്ലേ നമ്മൾ കഴിക്കുക, അതിൽ വേവണ ഫുഡല്ലേ കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ വൃന്ദാവനത്തിൽ ഹോസ്പിറ്റലിൽ ആകെ 2 ഉള്ളൂ. അവിടെ ആളുകളും ഇല്ല. ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിവേകാനന്ദൻ്റെ പേരുള്ള ഒരു ട്രസ്റ്റിലൊരു ഹോസ്പിറ്റലുണ്ട്. പിന്നെ ഒരു ഭക്തി വേദാന്ത പ്രഭുപാദിൻ്റെ ഒരു നിർമ്മിച്ചൊരു ഹോസ്പിറ്റലുണ്ട്. ഈ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന പനിയൊക്കെ ആയിട്ട് പോകും. അവിടെ ബെഡൊക്കെ കാലി. അസുഖമുള്ളവരില്ല. അവർ നേരത്തെ എനിക്ക് ഇങ്ങനെ പശുവിൻ്റെ കൂടെ പണിയെടുക്കലും അല്ലേ. അവരുടെ ആ ഒരു നാച്ചുറലായിട്ടുള്ള ജീവിതം കാരണേ നല്ലോണം പണിയെടുക്കും. പശുവും ചാണകമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. അത് കാരണം ഇവർക്ക് രോഗങ്ങൾ കുറവാണ്. അതാണ്. അപ്പോൾ നമുക്ക് രോഗമൊക്കെ വരാതിരിക്കുക. നമ്മുടെ പണ്ടത്തെ ആ സിസ്റ്റമൊക്കെ പോയി. നമ്മളൊക്കെ ടൗൺഷിപ്പ് രീതിയിൽ വന്നപ്പോഴേ നമുക്കൊക്കെ വൃത്തി കുറഞ്ഞു പോയി അല്ലേ. എത്ര ശ്രദ്ധിച്ചാലും കൊതുവും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് രോഗങ്ങൾ വരും. അപ്പം അങ്ങനെയാണ് ആ വ്രജം എന്ന് പറഞ്ഞാൽ. ഇപ്പം എങ്ങനെയാണെങ്കിൽ 5000 വർഷം മുമ്പ് അങ്ങനെ ആയിരിക്കും. ഇപ്പം ഈ കലിയുഗം വളരെ മോശമായൊരു സ്ഥിതിയിലാണ്. എന്നിട്ട് പോലും ആ വ്രജവാസികൾ അങ്ങനെ തന്നെ ജീവിക്കണം. പണ്ടത്തെ അതേപോലെ ഒരു കട്ടിലൊക്കെ പുറത്തിട്ടുണ്ടാവും. അവിടെ ഇങ്ങനെ കിടക്കും കാർന്നമാരൊക്കെ. നല്ല രസമാണ് കാണും. അപ്പോൾ ആ വ്രജത്തിൽ നിന്ന് പശു അവിടെ ഏത് ചെന്നാലും ആ ചാണകത്തിൻ്റെ മണം ഉണ്ടാവും നമുക്ക് നടന്നു പോകുമ്പോഴൊക്കെ. വൈക്കോലും ചാണകവും ഒക്കെ. അപ്പോൾ അങ്ങനെ ഇരിക്കും. അവിടെ ഉണ്ണിക്കണ്ണൻ അല്ലേ, ഭഗവാൻ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഭഗവാൻ അങ്ങനെ 3 വയസ്സായി. ഭഗവാൻ എങ്ങനെ വെച്ചാൽ അവിടുത്തെ ഈ ഭഗവാന്റെ സൗന്ദര്യവും അല്ലേ ആകർഷണവും കണ്ടിട്ട് അവിടുത്തെ ചുറ്റുമുള്ള ഗോപിമാർക്ക് മുഴുവൻ ഇത് എൻ്റെ മകനായിരുന്നെങ്കിൽ എന്നുള്ള വിചാരമാണ് ഭഗവാന്. യശോദയ്ക്ക് മാത്രം പോരായിരുന്നു അല്ലേ. യശോദയുടെ മാത്രമല്ല അത് ഞങ്ങളുടെ മകനാണെന്നുള്ള വിചാരമാണ് ഈ ഗോപിമാർക്ക്. അവർ മുഴുവൻ ഈ തൈരൊക്കെ കടഞ്ഞ് വെണ്ണ ഉണ്ടാക്കി ഒളിപ്പിച്ച് വയ്ക്കും. ഈ കൃഷ്ണൻ വന്ന് കഴിക്കണേന്ന് പ്രാർത്ഥിച്ചിട്ട് വെക്കും. വന്ന് കഴിച്ച പരാതിയും പറയും. അതൊരു രസമുള്ള ലീലായിരുന്നു അവരുടെ. കഴിക്കുമ്പോൾ യശോദയെ നിന്റെ മകൻ ഞങ്ങളുടെ വെണ്ണ കഴിച്ചു. അതൊരു അധികാരത്തിലാണ് പറയുന്നത്. നിന്റെ വെണ്ണയല്ലേ ഞങ്ങളുടെ വെണ്ണയെ കഴിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ ഈ അമ്മമാർക്ക് പരസ്പരമുള്ള ഇഷ്ടമാണ്. അങ്ങനെ ഇവർ എപ്പോഴും ഇങ്ങനെ വെണ്ണയൊക്കെ കൊണ്ട് ഉണ്ടാക്കി വയ്ക്കും. ഭഗവാൻ കട്ടെടുക്കും കൂട്ടുക. ഭഗവാൻ ആ ലീലയിൽ പങ്കെടുത്തില്ലേ. ഇത് വരും ഡെയിലി ഇങ്ങനെ പരാതി പറയും. അപ്പോൾ ഡെയിലി ഇങ്ങനെ പരാതി പറയും. അപ്പോൾ യശോദ പറയും എൻ്റെ മകനൊന്നും വെണ്ണ കേൾക്കില്ല അല്ലേ. ഇവിടെ നല്ല ഇഷ്ടം പോലെ വെണ്ണയുടെ വല്ല കുറവുണ്ട് ഇവിടെ. പിന്നെ എന്തിനും നിങ്ങളുടെ വെണ്ണയുടെ ആവശ്യത്തിനൊക്കെ തർക്കിച്ച് ജയിക്കും യശോദാദേവി. പിന്നെ യശോദ എന്നാലും ചിന്തിക്കും എന്തുകൊണ്ടായിരിക്കും കൃഷ്ണൻ ഇങ്ങനെ ചുറ്റും അല്ലേ അടുത്തുള്ള അയൽവാസികളിൽ നിന്നൊക്കെ വെണ്ണ കേൾക്കാൻ പോണത്. അപ്പോൾ തോന്നുന്നു എപ്പോഴും ദാസിമാരല്ലേ ഇവിടെ വെണ്ണയൊക്കെ ഉണ്ടാക്കണേ. ഞാൻ തന്നെ ഉണ്ടാക്കാണ്ടായിരിക്കും, ടേസ്റ്റ് കുറവായിട്ടായിരിക്കും, എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് യശോദാദേവി ഒരു ദിവസം നേരത്തെ എണീറ്റ് പുലർച്ചയ്ക്ക് 3 മണിക്കൊക്കെ എണീറ്റ് കുളിച്ച് അല്ലേ തൈര് കടയാൻ ആദ്യം തന്നെ എണീറ്റിട്ട് പാല് നല്ല പശുക്കളുടെ പാലൊക്കെ കറന്നെടുത്ത് പാല് തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കും. എന്നിട്ട് യശോദാദേവി തൈര് കടയാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. തൈര് കടയാനായിട്ട് ഇരിക്കുമ്പോൾ അപ്പം അങ്ങനെ മകൻ്റെ ഓർമ്മ വരില്ല. എല്ലാവർക്കും അങ്ങനെയല്ലേ, അമ്മമാർക്കൊക്കെ അങ്ങനെയല്ലേ. ഏത് അവസ്ഥയിലിരുന്നാലും ചിന്ത മുഴുവൻ ആരുടെ ആയിരിക്കും? മക്കളുടെ ആയിരിക്കും അല്ലേ. അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ട, എല്ലാവർക്കും അങ്ങനെയാണ്. അത് നമ്മൾക്ക് പോലും അങ്ങനെയാണ് അല്ലേ. അപ്പോൾ ഭഗവാന്റെ അമ്മയ്ക്ക് എങ്ങനെയായിരിക്കും? ഇത്രയും സുന്ദരനായ ഭഗവാൻ അല്ലേ, കുസൃതിയായിട്ടുള്ള ഭഗവാൻ സദാ ഓർമ്മയിലായിരിക്കും. അപ്പോൾ യശോദാദേവി തൈര് കടയുമ്പോൾ ഇങ്ങനെ ഭഗവാന്റെ ഭംഗിയും ഭഗവാന്റെ കുസൃതിയും ഇങ്ങനെ ആലോചിച്ച് വാത്സല്യം കൊണ്ട് ഇങ്ങനെ പാല് തന്നെ പോകാൻ തുടങ്ങി, പാല് ചുരക്കാൻ തുടങ്ങി. അപ്പോൾ ഭഗവാനും ഈ മൂഡ് ഭയങ്കര ഇഷ്ടമായി. അമ്മ നല്ല മൂഡിലാണെന്ന് മനസ്സിലാക്കി ഭഗവാൻ 3 മണിക്ക് കണ്ണു തുറന്ന് എനിക്ക് വന്ന് അമ്മ മതി തൈര് കടഞ്ഞ് എനിക്ക് പാല് തരൂ. അമ്മയുടെ ഫസ്റ്റത്തെ ജോലി എന്താ? എനിക്ക് പാല് തരും അല്ലേ. ബാക്കിയൊക്കെ രണ്ടാമത്തെ ജോലികളാണെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ വേഗം അമ്മ അതുപോലെ മോനെടുത്ത് പാലൊക്കെ ഇങ്ങനെ കൊടുത്ത് സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സന്തോഷിക്കുകയാണ് അമ്മയും മോനും കൂടെ അല്ലേ പാല് കൊടുത്തിട്ട്. അപ്പോഴാണ് പാല് തിളച്ച് പോകണ ശബ്ദം കേൾക്കുന്നത്.
അപ്പോൾ വേഗം അല്ലേ, വേഗം യശോദാദേവി മോനെ താഴ്ത്തിട്ട് ഇരുത്തിയിട്ട് പാല് ഇറക്കി വയ്ക്കാൻ പോയി. ഭഗവാൻ ഇത് ഇഷ്ടമായോ? ഇഷ്ടപ്പെടുമോ? ഉണ്ണിക്ക് ഇഷ്ടമാണോ? അമ്മ ഉണ്ണിനെ ശ്രദ്ധിക്കാണ്ട് ബാക്കി കാര്യങ്ങൾ ഇവൾക്ക് തീരെ ഇഷ്ടമല്ല. അമ്മയ്ക്ക് എന്നെ ശ്രദ്ധേയില്ലെന്ന് പറയും 24 മണിക്കൂർ ശ്രദ്ധിച്ചാലും. അത് വെച്ചാൽ അവർക്ക് അമ്മമാർ അവർക്ക് അറ്റൻഷൻ കിട്ടി അവർ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. അമ്മയുടെ അച്ഛൻ്റെയും ശ്രദ്ധ പിടിച്ച് പറ്റാൻ ഇവരിങ്ങനെ എന്തെങ്കിലും കാണിക്കും അല്ലേ, എന്തെങ്കിലും കാണിക്കും. അതൊരു സ്വഭാവമാണ് കുട്ടികൾ. ആ ഭഗവാനിൽ നിന്ന് കിട്ടിയതാണ് ഇവർക്ക് ഈ സ്വഭാവം. ഭഗവാൻ അങ്ങനെയാണ്, അവനെ മാത്രം ശ്രദ്ധിക്കണം അല്ലേ, ബാക്കി ആരെയും ശ്രദ്ധിക്കുക. അപ്പോൾ അമ്മയ്ക്ക് ഞാനാണോ വലുത് പാലാണോ വലുത് എന്നാണ് അവൻ്റെ ചിന്ത. ആ ദേഷ്യത്തിലൊരു കല്ലെടുത്തിട്ട് തൈര് കടൊക്കെ എറിഞ്ഞ് ഉടച്ച് അവിടെ മുഴുവൻ വെണ്ണയും തൈരും പാലൊക്കെ പോയി എന്നാ പറയാം, ഹാളിൽ മുഴുവൻ. മോനാണെങ്കിൽ എന്ത് നല്ല പടം കൊടുത്തിട്ടുണ്ടാവും അല്ലേ, ഞാനാണെ കൊടുക്കട്ടാ, എൻ്റെ കാര്യം ഞാൻ പറയാം. നമുക്ക് ദേഷ്യം വരില്ലേ വൃത്തികേടാക്കി വെച്ച് കഴിഞ്ഞാൽ. യശോദാദേവി അതെന്നെ വിചാരിച്ചു. ഇങ്ങനെ യശോദാദേവി വരുമ്പോൾ ഫുള്ളിവിടെ കേടായിട്ട് കിടക്കണം അല്ലേ, ഹാള് മുഴുവൻ വൃത്തികേടായിട്ട്. ഉണ്ണിക്കണ്ണൻ എന്ത് ചോദിച്ചാൽ അവിടെ നിന്ന് വെണ്ണയൊക്കെ കുറേ വാരി തിന്ന് കുറേ കുരങ്ങന്മാർക്ക് കൊടുത്തു. പിന്നെ അവിടെ നിന്ന് പേടിയുണ്ട്, നമ്മുടെ ഈ നാട്ടിൽ കിട്ടും കുറുമ്പ ചെയ്യണമെന്ന് അറിയാം, പക്ഷെ ദേഷ്യം തീർക്കും വേണമല്ലേ. അപ്പോൾ ആ ദേഷ്യത്തിൽ അപ്പുറത്ത് പോയി. അവിടെ പോയപ്പോൾ അവിടെ ഉറിയില്ലേ, ഉറിയെന്ന് കേട്ടിട്ടില്ലേ, ഉറിയിൽ വെണ്ണയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഉരൽ മറിച്ചിട്ട് അതിൻ്റെ മേലെ കയറി ഉറിയെന്ന് വെണ്ണ എടുത്തിട്ട് ഇവൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെയാ? കുരങ്ങന്മാരും തത്തകളും ഒക്കെ ഭഗവാന്റെ ഫ്രണ്ട്സാണ്. ഈ കുരങ്ങനും തത്തകൾക്കൊക്കെ ഈ വെണ്ണ കൊടുത്തു. കുറേ അവനും കഴിച്ചു, കുറേ അവർക്കും കൊടുത്തു അല്ലേ. എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ നോക്കണ്ട, ഊറിയിരുന്നത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കണം അമ്മ വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അറിയാൻ വരുന്നുള്ളതേ. യശോദാദേവി ഇതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ദേഷ്യം വന്നു. വെറുതെ അല്ല ഗോപിമാർ പറഞ്ഞൊക്കെ ശരിയാണ് അല്ലേ, ഇവൻ വളരെ മഹാകുസൃതിയാണ്, ഒരു അടി കൊടുത്താലേ ശരിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് മയിൽപ്പീലി തണ്ടെടുത്തിട്ട് അടിക്കാൻ വരികയാണ്. മയിൽപ്പീലിയുടെ തണ്ടെടുത്തിട്ട് അടിക്കാൻ വരും അല്ലേ. അപ്പോൾ എത്ര പ്രേമാണ് നോക്ക്, വലിയ വടിയൊന്നും കൊടുക്കണില്ലേ. അതെടുത്തിട്ട് നോക്കണം, ആരും കാണാനില്ലേ. കുറേ തിരഞ്ഞു നോക്കിയപ്പോൾ പതുക്കെ നോക്കിയപ്പോൾ എന്താണ് ഒരെല്ലാം നിൽക്കുന്ന ഉണ്ടാണ്ട് അങ്ങോട്ട് നോക്കിയിട്ട് വെണ്ണ കൊടുക്കണം കണ്ടോ. ഇത് യശോദാദേവി വരുന്നത് കുരങ്ങന്മാർ ആദ്യം കണ്ടു. കുരങ്ങന്മാർ സിഗ്നൽ കൊടുക്കും, കൃഷ്ണ ഓടിക്കോ അമ്മ വരുന്നുണ്ടെന്ന്. കുരങ്ങന്മാരൊക്കെ ചാടി ഓടി, തത്തകളൊക്കെ പറന്നു പോയി. ഉണ്ണിക്കണ്ണൻ ഒരലിൽ നിന്ന് ചാടി ഒറ്റ ഓട്ടം ഓടും. അപ്പം അമ്മയും പിന്നാലെ ഓടും. അമ്മയ്ക്ക് പ്രത്യേകത എന്താ വെച്ചാൽ നല്ല വയസ്സായിട്ടില്ല ഉണ്ണി ഉണ്ടായത് അല്ലേ, നല്ല തട്ടിയൊക്കെ ഉണ്ട്. യശോദ പ്രായമുണ്ട്, തട്ടിയൊക്കെ ഉണ്ട്. പൊതുവേ അവിടുത്തെ സ്ത്രീകൾ വെണ്ണയൊക്കെ കഴിച്ച് കുറച്ച് തടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഓടുമ്പോൾ ഓടിയിട്ട് എത്തണ്ടേ മോൻ്റെ കൂടെ, മോൻ ഇത്തിരിയല്ലേ ഉള്ളൂ അല്ലേ. അതങ്ങനെ ഇങ്ങനെ ഇടയിൽ കൂടെ അവിടെ കുറേ തൂണുകളൊക്കെ ഉണ്ട്, 84 തൂണുകളുണ്ട് അവിടെ നമ്മുടെ ഗോകുലത്തിൽ. അപ്പോൾ അതിൽ കൂടെയൊക്കെ അങ്ങനെ ഓടി ഭഗവാനെ പിടിക്കാനായിട്ട് യശോദാദേവി പിന്നാലെ പോയി. പക്ഷേ പിടിക്കാൻ കിട്ടണില്ല, വിയർക്കാൻ തുടങ്ങി യശോദാദേവി. പിന്നാലെ കുട്ടികളുടെ പിന്നാലെ അമ്മമാർക്ക് എത്താൻ പറ്റില്ലല്ലോ, അവർ ഭയങ്കര സ്പീഡല്ലേ, ഫ്ലെക്സിബിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടില്ലേ. ഇവർക്ക് അതുപോലെ പറ്റില്ലല്ലോ. അവസാനം തലയിൽ വെച്ച് പൂവൊക്കെ കൊഴിഞ്ഞു വീണു, വേർത്തു. എൻ്റെ ഭഗവാനെ നാരായണ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ നാരായണ എന്ന് വിളിച്ചപ്പോൾ ആരാ കേൾക്കണേ? നാരായണൻ തന്നെയല്ലേ ഈ ഓടണത് അല്ലേ. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, പാവം അമ്മ അല്ലേ, പിടി കൊടുക്കാം, ഇത്ര കയറായി കഷ്ടപ്പെടുന്നുണ്ട്, പിടി കൊടുക്കാൻ തീരുമാനിച്ചു. പിടിച്ച ഉടനെ യശോദേവി വടി ഓങ്ങി. വടി ഓങ്ങിയപ്പോൾ എന്താ ചെയ്യുക, അടി കിട്ടാണ്ടിരിക്കുക എന്താ ചെയ്യുക? ആദ്യം കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ലേ, കുട്ടികളിലൊക്കെ ഒരു സൂത്രമാണ്, ഫസ്റ്റ് നല്ല ഓളിയിട്ട് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടി കിട്ടില്ലല്ലോ അല്ലേ. അതുപോലെ കൃഷ്ണനും അല്ലേ ഭയങ്കര കരച്ചില്ലേ, കണ്ണൊക്കെ അങ്ങോട്ട് തിരുമ്പി കൺമഷിയൊക്കെ കലങ്ങി അല്ലേ, കണ്ണീരണ്ട് ഒഴുകിയിട്ട് ശ്വാസം കിട്ടാണ്ട് കുട്ടിക്ക് ആ 3 രേഖയുണ്ട്, ശംഖ് പോലത്തെ കഴുത്താണ് ഭഗവാൻ. അതിൽ 3 രേഖ ഇങ്ങനെ ഇളകാൻ തുടങ്ങി, അതിൽ മാലയൊക്കെ ഇളകാൻ തുടങ്ങി. അപ്പോൾ ഭഗവാന് പേടി. നമുക്കിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പേടി, പനി വന്ന് വല്ലതും പറ്റുമോ എന്ന് പേടി ഉണ്ടാവില്ലേ. ഇത് യശോദാദേവി വിചാരിച്ചു, ദൈവമേ ഞാനിനി അല്ലേ അടിച്ചിട്ട് കുട്ടിക്ക് വല്ല പനി വരുമോ, എൻ്റെ കുട്ടി മരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് വടീനെ ദൂരെ എറിഞ്ഞ് കളഞ്ഞു. എന്നിട്ട് എന്നാലും ആ കുറുമ്പിങ്ങനെ കാണുമ്പോൾ അപ്പോൾ വടീന്ന് രക്ഷപ്പെട്ടു. യശോദ വിചാരിച്ചു ഇവൻ ഇത്തിരി കള്ളത്തരുണ്ട്, എന്തായാലും ഒരു ശിക്ഷ കൊടുക്കണം എന്ന് വിചാരിച്ചു. ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ ആ ഉരല് കിടക്കണുണ്ടല്ലോ, ഇതിൽ കെട്ടിയിടാമെന്ന് വിചാരിക്കും. അതാണ് ഈ ലീല അല്ലേ. അപ്പോൾ ഭഗവാനെ പിടിച്ച് വലിച്ച് ഉരലിൻ്റെ അവിടെ നിർത്തി കയറൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കെട്ടാൻ നോക്കുകയാണ്. കെട്ടാൻ നോക്കുമ്പോൾ എന്താ സംഭവിക്കുക, കെട്ടാൻ പറ്റില്ലല്ലോ. ഇത് കണ്ടിട്ടില്ലേ ഈ ഭാഗം? നിങ്ങൾ എവിടെയെങ്കിലും സീരിയലെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലേ. പിന്നെയും കുറച്ചുകൂടെ കയറെടുത്തിട്ട് വന്ന് കൂട്ടിക്കെട്ടി നോക്കി. അപ്പോൾ ഇതൊക്കെയാണ് ഭഗവാൻ ഇടയിൽ ഉണ്ണിയാവണമെങ്കിൽ ഇടയ്ക്ക് അത്ഭുതം കാണിക്കുന്നത് കണ്ട. സാധാരണ ഉണ്ണിയായിട്ടൊക്കെ കുറുമ്പ് കാണിച്ചു, പക്ഷെ ഇടയ്ക്ക് അമ്മേനെ നാട്ടുകാരെയൊക്കെ ബോധിപ്പിക്കണം ഞാൻ സാധാരണ ആളല്ലാന്ന്. അതിന് വേണ്ടിയാണ് ഈ ലീലകൾ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ വീണ്ടും കെട്ടി കുറേയൊക്കെ വീണ്ടും പറ്റണില്ല, 2 അങ്കുലം കുറഞ്ഞ് വരിക അല്ലേ, 2 ഇഞ്ച് എന്നൊക്കെ പറയും, 2 കൈയിൻ്റെ വിരലിൻ്റെ 2 വിരലിൻ്റെ അളവ് കുറഞ്ഞു വരും. വീണ്ടും കുറച്ച് കയറ് കൊണ്ടുവന്ന് വീണ്ടും കെട്ടാൻ നോക്കി, അപ്പോഴും കെട്ടാൻ പറ്റില്ല. കുറേ ശ്രമിച്ചു. യശോദ വിയർത്ത് സങ്കടം വരാൻ, കരച്ചിലൊക്കെ വരാൻ തുടങ്ങി. യശോദയുടെ ഫ്രണ്ട്സൊക്കെ യശോദനെ കളിയാക്കണം. അതുകൂടെ കണ്ടപ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാണ്ടായി യശോദാദേവിക്ക്. നാരായണ ഇതെന്താ ഈ കുട്ടിയുടെ വയറെങ്ങനെയാന്ന് പറഞ്ഞിട്ട് അല്ലേ. ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചം മുഴുവനാണ് ഭഗവാന്റെ വയറ്
ഇത്തിരിയൊന്നും അല്ല ഭഗവാന്റെ വയറല്ലേ. അത് ഈ ഉണ്ണിയായിട്ടുള്ള ലീലകളിലല്ലേ ഒരു കുഞ്ഞു ഉണ്ണി. ഇത് ശരിക്കും ഭഗവാൻ എന്താണ്? പ്രപഞ്ചനാഥനാണ്. അദ്ദേഹത്തിന്റെ ഉദരം പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ പരന്ന് കിടക്കണമാണ്. അത് യശോദയെ പെട്ടെന്ന് നിനക്ക് കിട്ടില്ല എന്ന് കാണിക്കാനാണ് ഈ ലീല കാണിക്കുന്നത്. അങ്ങനെ യശോദ ദേവിയുടെ ആ സങ്കടവും നാരായണ വിളിയൊക്കെ കണ്ടപ്പം എന്താണ് ഭഗവാൻ സമ്മതിച്ചു കൊടുക്കുകയാണ് അല്ലേ. കെട്ടാനായിട്ട് ഭഗവാൻ നിന്ന് കൊടുക്കുക. എൻ്റെ അമ്മ പാവമുണ്ട്, ഇടയ്ക്ക് അമ്മയോടുള്ള സ്നേഹം വരുമ്പോൾ അത് നിന്ന് കൊടുക്കുക. അങ്ങനെ യശോദ ദേവി കെട്ടി വെക്കും അല്ലേ, കെട്ടിയിട്ട് വയ്ക്കും. പക്ഷെ ഈ 2 അങ്കുലം കുറവ് എന്ന് പറയണ്ടേ. ഹരേ കൃഷ്ണ, അവിടെ സീറ്റ് ഉണ്ട്. ആരവിടെ നിന്ന് മാറിപ്പോയി മാതാജി. അപ്പൊ ഈ 2 അങ്കുലം കുറവ് നമ്മൾ എല്ലാ ഇതിലും കാണുന്നുണ്ട്. എന്താണ് ഈ 2 അങ്കുലം കുറവെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് ഉണ്ണിക്ക് അറിയില്ലേ. അപ്പൊ അറിയാത്ത അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കുക. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ഇപ്പൊ ആധ്യാത്മികമായിട്ടൊരു നേട്ടം ഉണ്ടാക്കണമെങ്കിലായാലും ഭൗതിക നേട്ടം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം അല്ലേ. നമ്മുടെ വക ഒരു പരിശ്രമം വേണ്ടേ? പഠിക്കാണ്ട് ആരെങ്കിലും പരീക്ഷ പാസ്സാവും? ഇല്ലല്ലോ. അവരുടെ വിചാരം എന്താ വെച്ചാൽ പഠിക്കാണ്ട് വെറുതെ ബുക്ക് തുറന്നിരുന്ന് കഴിഞ്ഞാൽ പരീക്ഷ പാസ്സാവുന്നത്. അങ്ങനെ പറ്റില്ല അല്ലേ. എന്ത് നേടണമെങ്കിൽ നമ്മൾ പരിശ്രമിക്കണം. ഇനി പരിശ്രമിച്ചു പരീക്ഷ എഴുതാൻ പറ്റില്ല, എന്ത് ചെയ്യും? പനിയെ വന്ന് കിടന്ന് എന്ത് ചെയ്യും? അപ്പോൾ അവിടെ ഭഗവാന്റെ കൃപയുമാണ് അല്ലേ. നമ്മുടെ പരിശ്രമവും ഭഗവാന്റെ കൃപയും ഒരുമിച്ച് വരുമ്പോഴേ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ 2 ഇഞ്ച് കുറവ് കാണിച്ചത്. യശോദ നിന്റെ പരിശ്രമം പൂർണ്ണതയിൽ എത്തുമ്പോൾ ഞാൻ കരുണ കാണിക്കുള്ളൂ എന്നുള്ളതാണ്. ആ പരിശ്രമിച്ച് യശോദ അവസാനം വശം കെട്ടു നാരായണ എന്ന് വിളിച്ചിട്ട് സറണ്ടർ ചെയ്യണ ഒരു മൂഡിലെത്തി. ആ സമയത്ത് ഭഗവാന്റെ കൃപ വന്നു. അങ്ങനെ ഭഗവാന്റെ കൃപയും യശോദ ദേവിയുടെ പരിശ്രമം കൂടിയായപ്പോൾ ഭഗവാനെ കെട്ടിയിടാൻ പറ്റും. യോഗികളല്ലേ, യോഗികൾ എന്തിനാ തപസ് ചെയ്യണത്? ധ്യാനത്തിൽ ഇങ്ങനെ കോടിക്കണക്കിന് വർഷം ഋഷിമാരൊക്കെ ഇങ്ങനെ ഇരിക്കണം എന്തിനാ? ഈ ഭഗവാന്റെ പാദം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അല്ലേ. പാദത്തിന്റെ നഖമെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ആ ഭഗവാൻ യശോദ ദേവിയുടെ വീട്ടിലിങ്ങനെ മുറ്റത്ത് ഓടിക്കളിക്കുകയാണ്. യശോദ ദേവി കെട്ടിവെക്കുകയാണ്. ആലോചിച്ച് നോക്ക്, പരബ്രഹ്മത്തിനെയാണ് കെട്ടിവെക്കുന്നത് അല്ലേ. പരബ്രഹ്മം സാക്ഷാൽ അല്ലേ, ഈശ്വരനെ, പ്രപഞ്ചത്തിന്റെ നാഥനെ കെട്ടിവെക്കണ യശോദ ദേവി. എന്തുകൊണ്ട്? ആ പരിശ്രമം, പ്രേമം അല്ലേ. പ്രേമം കൊണ്ട് നമ്മുടെ വീടിന്റെ ഉള്ളിൽ കുറൂരമ്മ അല്ലേ, കുറൂരമ്മ അങ്ങനെ തന്നെയല്ലേ വീടിന്റെ ഉള്ളില് കെട്ടിയിട്ട പോലെയാണ് ഭഗവാൻ. കുറൂരമ്മയുടെ വീട്, കുറൂരമ്മയ്ക്ക് എങ്ങോട്ടും പോകാനും പറ്റണില്ല, അമ്പലത്തിൽ പോകാനും പറ്റണില്ല. അന്നത്തെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാനും പറ്റില്ലല്ലോ അല്ലേ. അപ്പൊ അങ്ങനെ ഇരുന്നിട്ട് ആരുമില്ല, ഭർത്താവും മരിച്ചു, കുട്ടികളും ഇല്ല, ആരുമില്ല. ഈ കുറൂരമ്മയുടെ വീട്ടിൽ ആര് വന്നു? ഭഗവാൻ വന്നു. ആ പ്രേമം വർദ്ധിക്കുമ്പോൾ നമ്മുടെ കൂടെ ഭഗവാൻ വരും. അതന്നെ യശോദയുടെ കാര്യത്തിലുണ്ടായി. അങ്ങനെ കെട്ടിയിട്ടിട്ട് പറഞ്ഞു, നീ അവിടെ നിന്നോ അല്ലേ, ഇനി ഞാൻ എൻ്റെ പണി നോക്കട്ടെ. അങ്ങനെ യശോദ ദേവി യശോദയുടെ പണിയൊക്കെ ചെയ്യാൻ പോയി. ഭഗവാൻ 3 വയസ്സ് കുട്ടിയാണ്. എല്ലാ അമ്മമാർക്കും അറിയാം 3 വയസ്സിൽ ഇവരുടെ ഭ്രാന്ത് എന്താന്ന് അല്ലേ. ഒരിടത്ത് അടങ്ങിയിരിക്കുന്ന സ്വഭാവമല്ല. അപ്പൊ ഈ ഉണ്ണിക്ക് 3 വയസ്സാണ്. കൃഷ്ണ ഭഗവാൻ നോക്കി കുറെ നേരം ബോറടിച്ച് അങ്ങോട്ട് നോക്കി. അവിടെ കൂട്ടുകാരൊക്കെ വിളിക്കുന്നുണ്ട്, കൃഷ്ണ വാ കളിക്കാൻ വാ. അവരാണെങ്കിൽ പോകാനും പറ്റില്ല, ഇവിടെ കെട്ടിയിട്ടിരിക്കുകയല്ലേ. ചുറ്റും കുറെ നോക്കി. അവസാനം ഒരു ഐഡിയ നോക്കി, ഒരെല്ലാം വലിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരെല്ലാം അങ്ങനെ മറിച്ച് വിലങ്ങനെ ഇട്ടിട്ട് അതിനെ വലിച്ച് കളിക്കാനായിട്ട് പോകണം. അങ്ങനെ പോണ സമയത്താണ് അവിടെ വലിയ 2 മരങ്ങൾ അടുത്തടുത്തായി നിൽക്കുന്നത്. അപ്പോൾ ഒരു കുസൃതി തോന്നി, ഉള്ളിൽ കൂടെ ഒന്ന് കിടന്നാലോ എന്നല്ലേ. 2 അടുത്തടുത്ത്, ഇടയിൽ കുറച്ച് വിടവുണ്ട്. അപ്പോൾ ഭഗവാൻ ഉള്ളിൽ കൂടെ കടന്നു. ഭഗവാൻ 3 വയസ്സ് പ്രായമില്ല, അപ്പോൾ വേഗം കടന്നു. പക്ഷെ ഒരല് വിലങ്ങനെ ആയതുകൊണ്ട് ഒരല് കിടക്കാൻ പറ്റില്ലേ. അപ്പോൾ ഭഗവാൻ ഒരലിനെ ശക്തമായിട്ട് വലിച്ചു അല്ലേ. അവിടെ കൃഷ്ണ ഭഗവാൻ വലിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു? 2 മരങ്ങളും കടമുറിഞ്ഞു വീണു. ഈ 2 മരങ്ങളിൽ നിന്നും അഗ്നിശോഭയോട് കൂടി 2 ദേവന്മാർ പുറത്തു വന്നു. അവരാണ് ദേവലോകത്തിലെ മറ്റേ ഭണ്ഡാര സൂക്ഷിപ്പുകാരനായിട്ടുള്ള, അതായത് ട്രഷറർ, പണക്കാരൻ, ഏറ്റവും വലിയ പണക്കാരൻ കുബേരന്റെ 2 മക്കളായിരുന്നു. ആ 2 മക്കളുടെ പേരറിയോ? ഉണ്ണി പറയണ്ട, ആർക്കെങ്കിലും അറിയോ? തുളസിക്ക് അറിയാം. കുബേരന്റെ 2 മക്കളുടെ പേരറിയോ? ഉദയവിനറിയോ? കുബേരന് 2 മക്കളുണ്ടായിരുന്നു. ആ 2 മക്കളുടെ പേരാണ് നളകൂബരൻ, മണിഗ്രീവൻ. ഈ 2 മക്കളായിരുന്നു. അപ്പോൾ കുബേരൻ വലിയ ദേവലോകത്തെ പണക്കാരനാണ്. അത് നമ്മളും കുബേരനെയൊക്കെ വീട്ടിൽ പലരും വെക്കുന്ന കണ്ടിട്ടില്ലേ, പൈസ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിസുന്ദരന്മാരായ 2 ആൺകുട്ടികളാണ് ഇവർ, നളകൂബരൻ്റെ മണിഗ്രീവൻ. പക്ഷെ ഇവർക്ക് ഒരുപാട് പൈസ ഉണ്ടായാൽ ചിലവർക്ക് അഹങ്കാരം വരും. എല്ലാവർക്കും വന്നോളന്നില്ല കേട്ടോ, ഇല്ലാത്തവരുണ്ട്. പക്ഷെ അധികം ഈ പൈസക്കാരുടെ മക്കൾക്ക് തോന്നിയാവാസം കൂടുതലല്ലേ. ഇവർക്ക് അതുപോലെ മദിരാശിയും ഒക്കെ, സ്ത്രീകളും മദ്യം കഴിക്കലും അങ്ങനെയായിരുന്നു ഈ 2 മക്കൾക്കും. ഇവരിങ്ങനെ സന്ധ്യാസമയത്ത് ഇങ്ങനെ നദികളിലൊക്കെ, അതായത് ദേവസ്ഥലത്തിലൂടെ പോകുന്ന അളകനന്ദ നദി, ഗംഗാദേവി ദേവലോകത്ത് അളകനന്ദ എന്നുള്ള പേരിലാണ് ഒഴുകുന്നത്. അപ്പോൾ ആ നദിയിൽ സന്ധ്യാസമയത്ത് ഇവർ അപ്സര സ്ത്രീകളൊക്കെ ആയിട്ട് നഗ്നമായിട്ട് കുളിച്ചു. മദ്യലഹരിയിൽ അട്ടിച്ച് തിമർത്തിട്ട് ഗംഗാദേവിയെ ഉപദ്രവിക്കണ പോലെ
ഭയങ്കര വിഷമത്തിലാണ് ഒരു സിറ്റുവേഷൻ അല്ലേ. നമ്മൾ അങ്ങനെ ശരിക്കും നമുക്ക് ഹിന്ദു പുരാണ പ്രകാരം നമ്മൾ ഈ പുണ്യ നദികളിൽ കുളിക്കുമ്പോൾ കുറേ നിയമങ്ങളുണ്ട്. എന്താണ്, നമ്മൾ തുപ്പാൻ പാടില്ല, മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല, നഗ്നമായിട്ട് കുളിക്കാൻ പാടില്ല. കൃഷ്ണ ഭഗവാൻ അത് ഗോപിമാരോട് പറയണ്ട്, നദികളിൽ നഗ്നമായിട്ട് കുളിക്കാൻ പാടില്ല. ഇവരങ്ങനെയൊക്കെ ചെയ്തു. എന്താ വെച്ചാൽ ഈ ത്രിസന്ധ്യ സമയത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ സമയത്ത് നമ്മൾ നാമം ജപിക്കണം, വിളക്ക് വെക്കണം എന്നൊക്കെ പറയാം. തുളസീനെ വെള്ളം ഒഴിക്കുക, പൂജ ചെയ്യുക. കാരണം ത്രിസന്ധ്യ സമയത്ത് ശിവനും പാർവതിയും ഇത്തിരി ലോകങ്ങളിൽ ചുറ്റി സഞ്ചരിക്കും കാളപ്പുറത്ത്. അവർ കൂടെ ഭൂതഗണങ്ങളുണ്ടാവും. അപ്പോൾ എവിടെയാണോ നാമജപം കേൾക്കണം അവിടെ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പാർവതി ദേവി അനുഗ്രഹിക്കും അല്ലേ. പക്ഷേ ഈ നാമമൊന്നും ഇല്ലാണ്ട് സീരിയലൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടങ്ങൾക്ക് ഭൂതഗണങ്ങളെ പറഞ്ഞയക്കും, ശിവന്റെ ഭൂതഗണങ്ങൾ. ഈ ഭൂതഗണങ്ങൾ വന്ന സർവത്ര നാശമായിരിക്കും. എന്താണ്, കലഹം, പ്രശ്നങ്ങൾ വീട്ടിൽ അല്ലേ. ഭൂതഗണങ്ങൾ നമുക്ക് കാണാനൊന്നും കണ്ടുകൊണ്ട് പറ്റില്ല അല്ലേ. അരൂപികളായിട്ടാണ് വന്ന് കയറുക. നല്ലതും അങ്ങനെ കയറുക. ഈ ദേവന്മാർ ഇപ്പം ദേവന്മാർ വന്നിരിക്കണ്ടോ. നമ്മൾ സത്സംഗം ചെയ്യുമ്പോൾ ആരാ വരിക, ഇവിടെ ദേവന്മാർ അല്ലേ, വലിയ വലിയ ഭക്തന്മാർ വന്ന് നമ്മൾ കാണില്ല. നമ്മൾ നിസ്സാരമായിട്ട് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അത് അവർക്കറിയാതെ വലിയ കാര്യം അതെന്ന് അല്ലേ. അപ്പോൾ അവർ അവിടെ വന്നിരിക്കണ്ടാവും. ശംഖൂത, പിന്നെ അതുപോലെ കരത്താലം അടിക്കാം, നാമം ജപിക്കുക, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ദേവഗണങ്ങൾ വന്ന് പ്രസന്നമായിരിക്കും. അപ്പോൾ അവിടെ എങ്ങനെ ഉണ്ടാവും, ആ വീട്ടിൽ ദൈവിക ചൈതന്യം വരാൻ തുടങ്ങും അല്ലേ. അതൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഭൂതഗണങ്ങൾ കയറും. അപ്പോൾ എന്താണ് അവിടെ എന്നും കലഹവും പ്രശ്നങ്ങളും അല്ലേ, നിരാശയും വിഷമങ്ങളും ഒക്കെയാണ് ഉണ്ടാവുക. നമ്മൾ തന്നെയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ സമയത്താണ് ഇവരിങ്ങനെ ഈ ദോഷങ്ങൾ ചെയ്യുന്നത്. ഇത് കണ്ടുവരികയാണ് നാരദ മഹർഷി. നാരദ മഹർഷി കണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇത്രയും ഉയർന്ന ദേവന്മാരുടെ മക്കള് ഇത്രയും അധപതിച്ചോ. ഇവരെ കണ്ടിട്ട് വേണ്ട സാധാരണ ജനങ്ങളല്ലേ, സമൂഹത്തിൽ മാന്യമായ ഉയർന്ന ആളുകൾ ചെയ്യണ കണ്ടിട്ട് നമ്മളെപ്പോലെ സാധാരണക്കാരത് ഫോളോ ചെയ്യുക അല്ലേ. മന്ത്രിമാർ, അതുപോലെ സിനിമാ നടന്മാർ, ഉയർന്ന അധ്യാപകർ അല്ലേ, അധ്യാപകർ ചെയ്യണോണ്ടാണ് കുട്ടികൾ ചെയ്യുക. അവർ കേടായി എന്ത് സംഭവിക്കും അല്ലേ, മറ്റുള്ളവർ നശിക്കും. അത് സാധാരണ പൊതുവേ എല്ലാ സാധാരണ ജനങ്ങൾക്കും ഒരു അനുകരണ സ്വഭാവമുണ്ട്. മറ്റുള്ളവർ ഉയർന്ന വ്യക്തികൾ എന്ത് ചെയ്ത് അതുപോലെ ചെയ്യും അല്ലേ. നമ്മൾ അമേരിക്കൻ സംസ്കാരം, ഇന്ത്യക്കാർ എന്താണ്, അമേരിക്കക്കാർ വലിയ പണക്കാരായിരുന്നു, അതുകൊണ്ട് അവർ ചെയ്യണമൊക്കെ നമുക്ക് ചെയ്യാൻ ഇഷ്ടം കൂടുതൽ അല്ലേ. ബെർമീഡൊക്കെ ഇട്ട് നടക്കാനും അല്ലേ. നമ്മുടെ സംസ്കാരം എന്നല്ലത്, അവർ നമ്മുടെ സംസ്കാരം ചെയ്യാൻ തുടങ്ങി, നമ്മൾ അവരുടെ ചെയ്യാൻ തുടങ്ങി. എന്നുവെച്ചാൽ അത് പൊതുവെ ഒരു അനുകരണ സ്വഭാവം. സമൂഹത്തിലൊരു ഉയർന്ന സ്ഥാനമുള്ളവർ എന്ത് ചെയ്താലും നമുക്ക് ചെയ്യാനുള്ളൊരു ഇഷ്ടം, അത് ഒരു പൊതുവെയുള്ള സ്വഭാവമാണ്. അപ്പോൾ അങ്ങനെ ഉയർന്നവർ നന്നായിരിക്കണം, അപ്പോൾ കുഴപ്പമില്ല. മോഹൻലാലൊക്കെ നാമം ജപിച്ച് എൻ്റെ ഇത് എല്ലാവരും ജപിക്കാൻ തുടങ്ങും അല്ലേ. അവരൊക്കെ ചെയ്യേണ്ട ജപമാലെടുത്ത് നാമം ജപിച്ച് വെജിറ്റേറിയനായിട്ട് ആളുകൾക്ക് മാതൃക കാണിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും നന്നാവും. ശരിക്കും ഓട്ടോമാറ്റിക്കലി ആളുകൾ ഫോളോ ചെയ്യും, അറ്റ്ലീസ്റ്റ് ഫാൻസ് എങ്കിലും ഫോളോ ചെയ്യും. അപ്പോൾ ഇത് വിചാരിച്ചിട്ട് നാരദ മഹർഷി വിചാരിച്ചു, ഇവരിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവരെ ഫോളോ ചെയ്യുന്ന ആളുകൾ നശിച്ചു പോകും. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവർക്ക് ഒരു ശരിയായ ഒരു പാഠം പഠിപ്പിക്കണം വേണ്ടി നാരദ മുനി ശപിക്കും. ഇവർ നിങ്ങൾ വസ്ത്രങ്ങളൊക്കെ ഇല്ലാതെ നിൽക്കല്ലേ. അപ്പോൾ ഏതായാലും വസ്ത്രങ്ങൾ ഇടാൻ ഇഷ്ടമില്ലാത്തവർ മരങ്ങളായിട്ട് നിൽക്കട്ടെ. മരങ്ങൾ വസ്ത്രമൊന്നും ഇല്ലാണ്ട് വെയിലും മഴയൊക്കെ കൊണ്ട് നിൽക്കല്ലേ, മരങ്ങളായി പോട്ടെ എന്ന് ശപിക്കും. അപ്പോൾ ഈ മരങ്ങളൊക്കെ ആരായിരുന്നു എന്ന് മനസ്സിലായി. ഓരോ ശാപം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അങ്ങനെ തന്നെ. ഈ ഭൗതിക ലോകത്തിലെ സർവത്ര ജീവജാലങ്ങളും ശാപത്തിൻ്റെ ഫലമായിട്ട് വന്നിട്ടുള്ളതാണ്. അതാണ് നമുക്ക് സന്തോഷമില്ലാത്തത് അല്ലേ. ഒരു ഹാപ്പിനെസ് എന്തെങ്കിലും ഉൾക്കണ്ടേയും ദുഃഖം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്താ വെച്ചാൽ ഇത് ജയിലല്ലേ. ജയിലിൽ ആർക്കെങ്കിലും സുഖം കിട്ടുമോ? സുഖം കിട്ടില്ല. സുഖം അന്വേഷിച്ചിട്ട് കാര്യമില്ല. ജയിലിൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റും, നല്ല നടപ്പ് നടന്നു കഴിഞ്ഞാൽ റിലീസ് ആവാൻ പറ്റും വേഗം അല്ലേ. ജയിലിൽ കിട്ടാവുന്ന ഒരേ ഒരു സുഖം എന്താണ്, ജയിലിൽ നമുക്ക് വീട്ടുകാരെ കാണാൻ പറ്റില്ല, ഒരു റൂം അവിടെ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കണം, അവർ തരുന്ന ഭക്ഷണം കഴിക്കണം, നമുക്ക് സ്വതന്ത്രമായിട്ട് എന്ത് തന്നെയാലും പുറത്തിരിക്കണം. അത്ര സുഖം. എന്തൊക്കെ നല്ല ഫുഡ് അവിടെ കൊടുത്താലും നമ്മളെപ്പോലെ പുറത്ത് സുന്ദരമായി നടക്കുന്ന പോലത്തെ ഒരു സുഖം ജയിലിലുള്ളവർക്ക് കിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ നല്ല നടപ്പൊക്കെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജയിലധികാരികൾക്ക് തോന്നി ഇവൻ നല്ലതാണ് കണ്ടിട്ട് ഏതെങ്കിലും നല്ല ദിവസങ്ങളൊക്കെ ഇവരെ റിലീസ് ചെയ്യും. അപ്പോൾ ഇവർക്ക് സ്വതന്ത്രമായിട്ട് ഇവരെ സ്ഥലത്തേക്ക് എത്താം. ഇതുപോലെ ഈ 14 ലോകങ്ങൾ അടങ്ങിയ ഈ ഭൗതിക ലോകം ജയിലാണ്. നമ്മളെ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ അറിയേണ്ട ഒരു സത്യം. നമ്മൾ ഭഗവാന്റെ ലോകത്തുള്ള ഭഗവാന്റെ അംശങ്ങളാണ് ഈ ഭഗവത്ഗീതയിൽ പറയേണ്ടത്. ഇതൊക്കെയാണ് നമ്മൾ ഹരകൃഷ്ണക്കാരെല്ലാവരെയും അറിയിക്കുകയാണ്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ട് മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന, നിങ്ങളെല്ലാവരും എൻ്റെ അംശമാണ് അർജുന, നിങ്ങളെല്ലാവരും എൻ്റെ അംശമാണ്. പിന്നെ എന്താണ്, പക്ഷെ മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഇവിടെ കഷ്ടപ്പെടുകയാണ്. നിങ്ങളിവിടെ കഷ്ടപ്പെടേണ്ടവരല്ല. എൻ്റെ ലോകത്ത് വൈകുണ്ഠ ലോകത്ത് സുഖമായി ഇരുന്ന ആളുകളാണ്. പക്ഷെ എന്തൊക്കെയോ മിസ്റ്റേക്ക്. എപ്പോഴാണ് ജയിലടയ്ക്കുക? അവിടേക്ക് പറ്റാത്ത സ്വഭാവം, ഈ ലോകത്ത് പറ്റാത്ത സ്വഭാവം കാണിക്കുമ്പോഴല്ലേ ജയിലിൽ. നമ്മൾ ആരെങ്കിലും കൊല്ലേ അല്ലേ, ഉപദ്രവിക്കുക, അത് ഇവിടെ ചെയ്യാൻ പാടില്ല. ധർമ്മവിരുദ്ധമായിട്ട് ചെയ്യുമ്പോഴാണ് ജയിലിൽ പോകേണ്ടി വരിക.
അപ്പോൾ ഗോലോകത്തും വൈകുണ്ഠത്തിലും നമ്മളിതുപോലെ അവിടേക്ക് യോജിക്കാത്ത സ്വഭാവം എന്തോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ശരി, അപ്പം നീ ഇവിടെ ജയിലാണ്. അതുപോലെ നമ്മൾ ഭൗതിക ലോകത്തിൽ അടച്ച ആത്മാക്കളാണ് നമ്മളെല്ലാവരും. നമ്മുടെ പ്രത്യേകത നമുക്കത് തിരിച്ചറിഞ്ഞു. നമ്മൾ ജയിലിലാണെന്ന് അറ്റ്ലീസ്റ്റ് നമുക്ക് തിരിച്ചറിഞ്ഞു. ബാക്കിയുള്ളവർക്ക് അറിഞ്ഞിട്ട് ഇതാണ് വ്യത്യാസമുള്ളൂ. ഭക്തരും ഭക്തരല്ലാത്തവരും നമ്മൾ എന്താ വ്യത്യാസം? ഭക്തർക്ക് മനസ്സിലായത് നമ്മൾ ജയിലിൽ പെട്ടിരിക്കുകയാണ്, രക്ഷപ്പെടണം, നല്ല നടപ്പ് നടക്കണം എന്ന് മനസ്സിലായി. ഭക്തരല്ലാത്തവർക്ക് അത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതാണ് നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള ഡിഫറൻസ്. അല്ലാണ്ട് ജയിലിൽ തന്നെയാണ് എല്ലാവർക്കും അല്ലേ? അപ്പോൾ ഇവിടെ വന്ന് പെട്ടു. ജയിലിൽ സുഖം കിട്ടുമോ? കിട്ടില്ല. ഇവിടെ വല്ല സുഖം കിട്ടുമോ? ജനിക്കുമ്പോൾ വേദന, അമ്മ പ്രാണവേദന കൊണ്ട് കരയും അല്ലേ? ജനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങി ആദ്യം ഒരു കുട്ടിക്ക് കഫക്കെട്ടും വേദനയും വയ്യായൊക്കെ ഒന്ന് മാറി ഒന്ന് സ്വസ്ഥാകുമ്പോൾ തുടങ്ങും പല്ല് പറയാനായിട്ട്. പല്ല് പറയണ വേദന. ഇവിടെ വേദന ഇല്ലാത്തൊരു സമയം ഉണ്ടായി കുട്ടികൾക്ക്. ഇത് കഴിഞ്ഞാൽ പഠിക്കണ ഭാരങ്ങൾ വന്ന് പെട്ടു. പഠിച്ച് അവർക്ക് വയ്യാണ്ടായി ഒരു ജോലി കിട്ടുമ്പോൾ ആ ജോലിയുടെ പ്രശ്നം. അപ്പോൾ നമ്മൾ വിചാരിക്കും അപ്പോൾ ജോലി കിട്ടിയൊക്കെ റെഡിയാവുന്നത്. അപ്പോഴാണ് ആ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ ജോലി കിട്ടിയവർക്ക് മനസ്സിലാവും. ഇനി അത് കഴിഞ്ഞ് വിചാരിക്കും നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ സുഖമാവുന്നത്. കല്യാണം കഴിഞ്ഞപ്പോൾ എന്തായാലും സുഖം കല്യാണം കഴിച്ചവർക്കൊക്കെ മനസ്സിലായി. കല്യാണം കഴിഞ്ഞാൽ ഇരട്ടി ഭാരം അല്ലാണ്ട് ഒരു സുഖമില്ല. അപ്പം ഇനി കുറച്ച് കുട്ടികളുണ്ടായ സുഖം കിട്ടും വിചാരിച്ചു. അപ്പോഴോ സജിനി മാതാജി എന്താ അഭിപ്രായം? കുഞ്ഞുങ്ങളുണ്ടായ സുഖമാണോ? അതൊക്കെ നമ്മുടെ വെറും തോന്നൽ, മരീചിക അന്വേഷിച്ച് പോണ പോലെ. അതായത് നമ്മളൊരു മരുഭൂമിയിൽ ജലം കിട്ടുന്ന പ്രതീക്ഷിച്ച് പോവില്ലേ, അതുപോലെ നമ്മൾ ഓരോന്ന് ചെയ്ത് നോക്കുകയാണ്. എന്ത് ചെയ്താൽ ശരിയാവും, അത് ചെയ്താൽ ശരിയാവും. അവസാനം മനസ്സിലാവും എന്ത് ചെയ്താലും ശരിയാവില്ല എന്ന്. അപ്പോഴേക്കും നമ്മുടെ വയസ്സ് എത്ര പോയി. നേരത്തെ നിങ്ങളെപ്പോലെ നേരത്തെ കുട്ടികൾ ഇത് പഠിച്ചാൽ പെട്ടുപോകാണ്ട് വേഗം തന്നെ നാമം ജപിക്കുക അല്ലേ? ഇത് ശരിയാവും, അത് ശരിയാവും. നമ്മൾ മക്കളൊക്കെ വലുതായി നോക്കി അവർക്ക് ജോലി കിട്ടിയാൽ നന്നാവുമെന്ന് വിചാരിക്കും. അപ്പോഴായിരിക്കും നമുക്ക് അസുഖം കൊണ്ട് അസുഖമായിരിക്കും അല്ലേ? നമുക്ക് ആ സുഖം അനുഭവിക്കാൻ പറ്റണ്ടേ? ദേഹം മുഴുവൻ വേദന, മക്കൾക്ക് എന്ത് ജോലി കിട്ടിയാലും തിന്നാൻ പോലും യോഗമില്ലാത്ത അവസ്ഥയിലായിരിക്കും ആ സമയം. ഇനി അഥവാ അതിന് യോഗ ഉണ്ടെങ്കിൽ മക്കൾ തീർക്കാടായിരിക്കും അല്ലേ? അപ്പം എങ്ങനെയെങ്കിലും നമുക്ക് അസ്വസ്ഥത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആരുടെയും കുറ്റമല്ല. അത് നമ്മുടെ സ്ഥലത്തല്ല ഇരിക്കണം. നമ്മൾ നമ്മുടെ ഭഗവാന്റെ കൂടെയാണ് ഇരിക്കേണ്ടത്. അത് വിട്ട് വന്ന് വേറൊരു അന്യഗ്രഹത്തിലാണ് നമ്മളിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ സുഖം ഉണ്ടാവില്ല. ഇനി ശരി, ബാക്കിയുള്ള സുഖം ഉണ്ടായിരിക്കാം. ജനനം കഴിഞ്ഞു, ഇനി രോഗം, ജരാനര അല്ലേ? നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഡൈ അടിക്കാണ്ട് അല്ലേ പറ്റില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഡൈ അടിച്ച് കഷ്ടപ്പെട്ട് ചെറുപ്പായിക്ക് തോന്നിയാലും ശരീരം ചുളിയില്ലേ. അത് എത്ര കാലം പിടിച്ച് എത്ര പൈസ എന്തെങ്കിലും പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ സിനിമാ നടികളൊക്കെ പൈസയായിട്ട് കാണില്ലേ നമ്മൾ അല്ലേ? എത്രത്തോളം കാശ് അവർക്ക് 300 കോടി സ്വത്തുള്ളവരാണ് ഈ നടന്മാരൊക്കെ. പക്ഷെ അവർ പൈസ നമ്മൾ അറിയണില്ലേ? നല്ല പ്രായം വരുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്. എത്ര അവർ മേക്കപ്പ് ചെയ്താൽ തന്നെയും. അതായത് ഈ സംഭവം മാറ്റാനായിട്ട് ഈ ലോകത്ത് ഞാൻ പറയാൻ കാരണം പറഞ്ഞില്ല. എന്ത് ശ്രമിച്ചാലും ജന്മ മൃത്യു ജരാവ്യാധി, ജനിക്കുക, മരിക്കുക, രോഗങ്ങൾ വരിക അല്ലേ, ജരാനര ബാധിക്കുക, ഇതിനെ മാറ്റാനായിട്ട് ആർക്കും സാധിക്കില്ല. സയൻസ് കുറേ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതിലൊന്നും കാര്യമൊന്നുമില്ല, ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഭൗതിക ലോകം ദുഃഖാലയം, ഇത് മൃത്യു ലോകം എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് നമുക്ക് ഈ ദുഃഖത്തിന് കാരണം അല്ലേ? അപ്പം നമ്മൾ ഇവരെ പോലെ ഈ മരങ്ങളായിട്ട് ഇവർ വന്ന പോലെ നമ്മളും വന്ന് പെട്ടതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പെട്ടു എന്ന് മനസ്സിലായാൽ തിരിച്ചു പോകാനുള്ള വഴിയില്ല. നോക്കുക, തിരിച്ചു പോകണേ എന്ത് വേണം? കൃഷ്ണസ്മരണം, മുകുന്ദൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ മുക്തി ലഭിക്കുള്ളൂ. ഇവിടെ നിന്ന് മുകുന്ദൻ വെറുതെ വന്ന് അനുഗ്രഹിക്കും എല്ലാവരും ഇല്ല. നാമം ജപിക്കുമ്പോഴേ ഭഗവാൻ നമ്മളെ ശ്രദ്ധിക്കുള്ളൂ. ഇപ്പോൾ തുളസി മോൾ തന്നെ വെറുതെ അമ്മ അമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കില്ല, ഇല്ലല്ലോ. അവിടെ ഇരിക്കും, ഞാൻ എൻ്റെ പണി കഴിഞ്ഞിട്ട് വരാമെന്ന് പറയും. പക്ഷെ ആർത്തലച്ച അമ്മയെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ഇപ്പോൾ മരണവെപ്രാളം പോലെ കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പണിയും അവിടെ എടുത്തിട്ട് നമ്മൾ ഓടി വരും. ഇതുപോലെ ഭഗവാനെ നമ്മൾ നിർബന്ധിതനാക്കണം, നമ്മൾ രക്ഷപ്പെടുത്തുക. എങ്ങനെ? നാമം ജപിച്ചിട്ട് അല്ലേ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. നാമം ഹൃദയം കൊണ്ട് ജപിച്ച് കൃഷ്ണൻ ഇങ്ങനെ ശ്രദ്ധിക്കണം. നമ്മളെ ആരാ എന്നെ അങ്ങനെ വിളിച്ച് വിഷമിക്കണത്, ആരാണെന്ന് ഭഗവാൻ ഗോലോന്ന് തിരിഞ്ഞു നോക്കാൻ തോന്നണം. ഇവിടെ ഉദയവിൻ്റെ വീട്ടിലാണല്ലോ ജപിക്കണം അല്ലേ? എന്ത് പറ്റി അല്ലേ ജപിക്കുക? അപ്പോൾ ഇനി ശരിയായി, ഇനി ഇവർക്ക് ഭഗവാന്റെ ലോകത്തിൽ കൊണ്ടുപോകാം, മതി, ഇവരുടെ ജന്മം ഇനി കൊടുത്ത് മതി അല്ലേ? ഇനി ഈ ജന്മങ്ങൾ അവസാനിച്ചാൽ എൻ്റെ ലോകത്ത് കൊണ്ടുപോകാമെന്ന് ഭഗവാൻ തീരുമാനിക്കും. ഇവർ അത്രയധികം നാമം ജപിക്കണം, എന്നെ വിളിക്കുന്നുണ്ട്. ഇനി ഈ ലോകത്ത് ഇവരെ കഷ്ടപ്പെടുത്തില്ല. ഇനി വീണ്ടും ഒരു ജന്മം നമുക്കിവിടെ കിട്ടില്ല. പൂന്താനം പറഞ്ഞു കേട്ടില്ലേ? എത്ര ജന്മം മരങ്ങളായി നിന്നതും, എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും. കൃമികളായിട്ട് മലത്തിൽ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്, മരങ്ങളായി നിന്നുണ്ട് അല്ലേ? പിന്നെ ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് ഏതൊക്കെയോ സുഹൃതം കൊണ്ടാണ് ഒരു മനുഷ്യജന്മം. പിതൃലോകത്തിൽ നമ്മൾ ക്യൂ നിൽക്കുന്ന പറഞ്ഞു നമുക്കൊരു ശരീരം, മനുഷ്യ ശരീരം കിട്ടാനായിട്ട്.
ഭഗവാൻ ലോകം നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇവിടെ തന്നെ ചുറ്റിക്കറങ്ങി ഇനിയൊരു ശരീരം കിട്ടാനായിട്ട് ക്യൂ നിന്നിട്ട് ഒരു മനുഷ്യജന്മം കിട്ടാനായിട്ട് അത്രയും കഷ്ടപ്പെട്ടത്ര ഒരു മനുഷ്യജന്മം കിട്ടിയാലോ വയറിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ആ ഗർഭപാത്രത്തിൽ 10 മാസം കിടക്കുമ്പോൾ ആ കുട്ടികളുടെ വേദന വിഷമം അനുഭവിച്ച് ശ്വാസം മുട്ടിയിട്ട് കുട്ടി പ്രാർത്ഥിക്കുന്നത്, ഭഗവാൻ എവിടുന്ന് റിലീസ് ചെയ്യാൻ ഞാൻ നിൻ്റെ ഭക്തി ചെയ്യാം, എന്നെ വേഗം റിലീസാക്കുമെന്ന് പറയും. ഭഗവാൻ വാക്ക് കൊടുക്കും കുട്ടി. പക്ഷേ പുറത്ത് വന്നു കഴിഞ്ഞാൽ അച്ഛനമ്മയും എല്ലാവരും ഭൗതിക ലോകത്തുള്ള മായയിലാണ് വരുന്നത്. ഈ കുട്ടിക്ക് അത് മറന്നു പോവും, വീണ്ടും മായയിൽ ഭൗതികമായിട്ട് ജീവിക്കും, വീണ്ടും കഷ്ടപ്പെടും അല്ലേ. അപ്പോൾ 10 12 ഉണ്ണിയായിട്ടും പോയി എന്ന് പറയും അല്ലേ. 12 വർഷത്തോളം ഉണ്ണികളാണ് ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് കഴിഞ്ഞാൽ പഠനം കാര്യങ്ങളായിട്ട് പോകും. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് വീടിൻ്റെ ഭാരം വരും. ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ആകുമ്പോഴേക്ക് എത്ര കാലമുണ്ട് ജപിക്കാനായിട്ട്. അതും അന്നും തോന്നിയില്ലേ പിന്നെ എപ്പോഴാണ് ജപിക്കുക, എപ്പോഴും ഭഗവാൻ ലോകത്ത് പോവാം. ദേവന്മാർ പോലും ഭൂമിയിൽ വന്ന് കലിയുഗത്തിൽ ജനിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. എന്ന് വെച്ചാൽ ഇവിടെ ഹരിനാമം ജപിച്ചാൽ പെട്ടെന്ന് മുക്തി കിട്ടുമെന്ന് കലിയുഗത്തിൽ. പണ്ടൊന്നും പെട്ടെന്ന് കിട്ടില്ല, ഒരുപാട് തപസ് അനുഷ്ഠിക്കുമ്പോഴേ ഈശ്വരനെ കിട്ടുള്ളൂ. പക്ഷെ കലിയുഗത്തിലെ ജനങ്ങൾക്ക് ആയുസ്സും ഇല്ല, ഭാഗ്യവും ഇല്ല, മന്ദബുദ്ധികളാണെന്ന് അറിയണമുണ്ട്. ഭഗവാൻ ഹരി എന്ന് വിളിക്കുമ്പോഴേക്കും അവരുടെ മേലെ പ്രസന്നനാവണം. അവർക്ക് എന്താണ്ടാവുക, ഈ ജന്മത്തിന് ആ മോക്ഷം കൊടുക്കും ഈ ജന്മത്തിൽ തന്നെ. അതാണ് ആ ഹരി എന്ന് വിളിച്ചാലുള്ള ഗുണം. നമ്മൾ വിചാരിക്കുക വലിയ പൈസ ഉണ്ടാവണമാണ് ഭാഗ്യം എന്ന് വിചാരിക്കണ്ടേ. എന്തുണ്ടായാലും ഇവിടെ ഇട്ടെറിഞ്ഞ് പോകണ്ടേ. പൈസ ഉണ്ടെങ്കിലും പൈസ ഇല്ലെങ്കിലും, ആരോഗ്യം ഉണ്ടെങ്കിലും ആരോഗ്യം ഇല്ലെങ്കിലും, ഒരു ടൈം കഴിഞ്ഞാൽ ആ കാലം വന്നു കഴിഞ്ഞാൽ, നമ്മുടെ സമയം ആയിക്കഴിഞ്ഞാൽ എല്ലാ അച്ഛനെയും അമ്മയും മക്കളെയും അല്ലേ വീടിനെ എല്ലാം ഇട്ടെറിഞ്ഞ് നമ്മൾ പോകണം. അത് ഉറപ്പല്ലേ. അപ്പോൾ അതെല്ലാം ഹരിയുടെ പ്രസാദം. ഭൗതികമായ സുഖം എല്ലാം ഹരിയുടെ പ്രസാദം. ഹരിയുടെ പ്രസാദം ഇനി ഒരിക്കലും ഇതുപോലത്തെ മൃത്യുലോകത്തിൽ വരാതെ ഭഗവാന്റെ ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. അത് നമ്മൾ മരിച്ചുകൊണ്ടൊന്നും പോവില്ല. ആരാണോ നിരന്തരം ഭഗവാനെ നാമം ജപിച്ച് മരിക്കണത്, മരണസമയത്ത് കൃഷ്ണനെ ആരാണോ ഓർക്കണം അവർക്കേ പോകാൻ പറ്റുള്ളൂ. നമ്മൾ എന്തൊക്കെ ഓർക്കും മരണസമയത്ത്. പല മുത്തശ്ശിമാരും അയ്യോ എനിക്ക് കുറച്ച് മീനും കൊള്ളിയും വേണമെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഓർക്കുക. നമ്മൾ വിചാരിക്കും അവസാനത്തെ ആഗ്രഹമല്ലേ വിട്ട് അതൊക്കെ കൊടുക്കുക. മീൻകൊത്തി പക്ഷിയായിട്ട് ജനിക്കും. എന്തായാലും മീനോടാണല്ലോ ആഗ്രഹം, അതായിട്ട് ജനിക്കും. നമ്മൾ അലമാര പൈസയെക്കുറിച്ചൊക്കെ ചിന്തിച്ച് മരണസമയത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടിപ്പാറ്റിയായിട്ട് ജനിക്കുന്നവരാണ് അടുത്ത ജന്മം അലമാരയിൽ. അപ്പോൾ നമ്മൾ അങ്ങനെ ഗരുഡ പുരാണത്തിൽ നിന്നാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞത്. ഗരുഡ പുരാണത്തിൽ ഒരുപാട് ജനനത്തെക്കുറിച്ച്, എന്ത് ചിന്തിച്ച് മരിച്ച എന്താവും. മറ്റുള്ളവരുടെ ചെരുപ്പ് മോഷ്ടിച്ച് കഴിഞ്ഞാൽ ചെമ്മരിയാടായിട്ട് ജനിക്കുന്നവരാണ്. അതിൻ്റെ തോല് ചെരുപ്പുണ്ടാക്കാനായിട്ട് കൊടുക്കണമെന്നവരാണ്. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിച്ചിട്ടാണ് മരിക്കേണ്ടത്. മക്കളെ ചിന്തിച്ച് മരിച്ചാൽ വീണ്ടും ഇവിടെ പേരക്കുട്ടിയായിട്ട് ജനിക്കും, നന്നാവില്ലേ. പിന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം വേണ്ട നാമം ജപിക്കണം. പക്ഷെ വീണ്ടും ഇങ്ങോട്ട് വരുന്ന ചിന്തയാണ് നമ്മുടെ ചിന്ത മുഴുവൻ. നമ്മൾ എന്ത് ചിന്തിക്കണം, കൃഷ്ണ ഭഗവാനെ നിരന്തരം ചിന്തിക്കണം. അപ്പോൾ നമ്മുടെ ഫാമിലി റെഡി. കൃഷ്ണനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി പോകുമെന്ന് പേടിക്കണ്ട, ഒന്നും നഷ്ടപ്പെടില്ല. അതൊക്കെ ഇവിടെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയണ്ടേ. അനന്യാചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാ നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമഹ്യം. അതായത് ഒരു ചിന്തയുമില്ലാതെ എന്നെ ഭജിക്കുന്നവരുടെ യോഗക്ഷേമത്തെ ഞാൻ ചെയ്യുന്ന പറയണത്. നമുക്ക് ആ വിശ്വാസം വേണം. അങ്ങനെ പരീക്ഷണങ്ങൾ ഒരുപാട് ബ്രാഹ്മണർക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു ബ്രാഹ്മണൻ വളരെ പട്ടിണിയാണ്, എന്നും ഭഗവത്ഗീത വായിക്കും, അമ്പലത്തിൽ പോയി പഠിപ്പിക്കും. ഭാര്യ പറയും നിങ്ങൾ ഇതൊക്കെ എന്താ ചെയ്തിട്ട് എന്താ കാര്യം, ഇവിടെ കുടുംബം പട്ടിണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കളിയാക്കും ഈ ബ്രാഹ്മണനെ. ബ്രാഹ്മണന് സങ്കടം സഹിക്കാൻ വയ്യാണ്ടായിട്ട് ഒരു ദിവസം ആ ശ്ലോകത്തിൻ്റെ മേലെ കോറിയിടും. ഇതൊക്കെ വെറുതെ പറയാന്ന് പറഞ്ഞിട്ട് കോറിയിടും. ഭഗവാൻ വിഷമമായി അത്. അങ്ങനെ ഈ ബ്രാഹ്മണൻ പിറ്റേ ദിവസം അമ്പലത്തിൽ പോകും. പക്ഷെ ആ ദിവസം 2 കുട്ടികൾ ഉന്തുവണ്ടിയിൽ നിറച്ച് പച്ചക്കറിയും പലചരക്കും സാധനങ്ങളായിട്ട് ഈ ബ്രാഹ്മണന്റെ പത്നിയുടെ വീട്ടിൽ വരും. ഒരു കറുത്ത ഉണ്ണി ഒരു വെളുത്ത ഉണ്ണിയും കൂടിയിട്ട് വരും. അപ്പം നിങ്ങൾ എവിടുന്നാ വരേണ്ടതെന്ന് പറയും. ഭാര്യ പറയും നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞയച്ചാണ് എന്നെ ഈ സാധനങ്ങളൊക്കെ കൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി. അതെയോ ഒന്ന് ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം, നിങ്ങൾ കഴിച്ചിട്ട് പോയാൽ മതി വരുമോ. ശരി എന്ന് പറഞ്ഞിട്ട് ബ്രാഹ്മണ പത്നി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കും. ഈ 2 ഉണ്ണികളും വയറ് നിറച്ച് കഴിച്ചിട്ട് ഇവിടുന്ന് പോകും. ബ്രാഹ്മണൻ വൈകുന്നേരം ഇങ്ങനെ നിരാശയിൽ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഭാര്യ ഭയങ്കര സന്തോഷത്തിൽ കാണും. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു, 2 ഉണ്ണികൾ വന്നിട്ടുണ്ടായിരുന്നു, ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ കൊടുത്തേച്ചാണല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാനോ എപ്പോൾ കൊടുത്തേച്ചു ചോദിക്കും. നിങ്ങളല്ലേ അപ്പോൾ കൊടുത്തേച്ച്, 2 ഉണ്ണികൾ വന്നിട്ട് അപ്പോൾ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. അവർ ഭക്ഷണം കഴിച്ചു. അപ്പോൾ അവർ കാണാൻ എങ്ങനെയുണ്ട് ചോദിച്ചു. ഒരാൾ കറുത്തിട്ടാണ്, പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. മറ്റൊരാൾ വെളുത്തിട്ട് ഇതുപോലെ തന്നെയാണ്, പക്ഷെ വെളുത്തിട്ടാണ് പറയും. അപ്പോഴാണ് ഈ ബ്രാഹ്മണന്റെ മനസ്സിൽ അത് കൃഷ്ണനും ബലരാമനായിരുന്നു എന്നല്ല. ബ്രാഹ്മണൻ ഓടും അമ്പലത്തിലേക്ക്, ഭഗവാനെ എന്ത് പരീക്ഷണം നീ തന്നത് എന്നുകൊണ്ട് ഓടിയിട്ട് അമ്പലത്തിൽ പോകുമ്പോണ്ടല്ലോ ഭഗവാന്റെ താടിയിൽ കോറി ബ്ലഡ് പോലെ വന്നിരിക്കുന്നത് കോറിയിട്ട്. ഭഗവത്ഗീത കോറിയില്ലേ അദ്ദേഹം.
ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഭഗവാന്റെ എവിടെയാണ് ആ കോറല്? ഭഗവത്ഗീത ഭാഗവതം സ്വയം ഭഗവാനാണ്. അവിടെ നമ്മൾ എന്തെങ്കിലും കോറൽ ചെയ്ത് ഭഗവാനെയാണ് ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പെൻസിലൊന്നും അടയാളപ്പെടുത്തില്ല ഭഗവത്ഗീതയും ഭാഗവതവും. എന്തെങ്കിലും പേജ് നമ്മൾ എന്തെങ്കിലും പേപ്പറുകൾ അടയാളം വെക്കുക ചെയ്യാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ടിൽ എഴുതിയെടുക്കുക ചെയ്യുക. വെച്ചാൽ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഭഗവത്ഗീതയും ഭാഗവതം. അങ്ങനെ ഒരുപാട് തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നിരാശയുടെ കൊടുമുടിയിൽ ചിലപ്പോൾ എത്തിക്കും. നമ്മുടെ പരീക്ഷണമാണ് ഭഗവാന്റെ. അത് നിങ്ങൾക്ക് എത്രത്തോളം എന്നോട് ഭക്തിയുണ്ട്, ഞാൻ എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഭക്തി ഉണ്ടാവുമോ എന്നൊക്കെ ചെക്ക് ചെയ്യണതാണ്. ഈ ബ്രാഹ്മണൻ അതുപോലെ ഇത്രയും ഭാഗവതം പഠിപ്പിക്കുന്ന ആളാണ് ഈ പണി ചെയ്തത് അല്ലേ, വരച്ചത്. അങ്ങനെ കരഞ്ഞ് മാപ്പ് പറഞ്ഞ് തിരിച്ച് ഭാര്യയുടെ അടുത്ത് പറയണം, നീ എന്തൊരു ഭാഗ്യവതിയാ, നിനക്ക് അവരെ ഭക്ഷണം കൊടുക്കാനൊക്കെ ഭാഗ്യം ഉണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യ അവരും കൂടി പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുന്നതാണ് പറയണത്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കഥകൾ. ഇതൊക്കെ നടന്ന കഥകൾ. ഇനിയും ഉണ്ട് ഇതുപോലത്തെ കഥകൾ. ഛത്രപതി ശിവജി യുദ്ധം തോൽക്കുന്നറിയുമ്പോൾ യുദ്ധത്തിന് പോകാണ്ട് ഇദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ശിവജി നമ്മുടെ നാട് ഭരിച്ചിരുന്ന ആളാണ്. ഇത് 1200 സംതിങ് ആ സമയത്താണ്. ഹിസ്റ്ററിയിലുണ്ട് ശിവജി നടന്ന കഥയാണ്. ആളെ മഹാഭക്തനായിരുന്നു. അദ്ദേഹം എപ്പോഴും പൂജാ റൂമിൽ ഇരുന്ന് മണിക്കൂർ കണ്ട് തിരിച്ചു വരുന്നു. ഒരു ദിവസം ഇതുപോലെ പൂജാ റൂമിൽ ഇരിക്കുന്ന സമയത്താണ് യുദ്ധത്തിന് അയൽ രാജ്യക്കാരൻ വന്നത്. അപ്പം സേനാധിപതി വന്നിട്ട് ഇദ്ദേഹത്തിനെ വിളിക്കുകയാണ്. ഇദ്ദേഹം പക്ഷേ ഉണരേയില്ലേ പൂജയിൽ നിന്ന്. എത്ര പറഞ്ഞിട്ട് മറ്റുള്ളവർ പറഞ്ഞ് ശല്യപ്പെടുത്തേണ്ട രാജാവിന് ദേഷ്യം വരുന്നു. നമുക്ക് എങ്ങനെയും കൈകാര്യം ചെയ്യാം യുദ്ധം, രാജാവിനെ വിളിക്കണ്ടെന്ന് വിചാരിച്ചു. രാജാവ് ഇങ്ങനെ വളരെയധികം സീരിയസ് ആയി ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ യുദ്ധമൊക്കെ ജയിച്ചിട്ട് അയൽ രാജ്യത്തെ ഇവിടെ അടിമയായിട്ട് വന്നിരിക്കുന്നു. ഈ രാജാവിൻ്റെ ഛത്രപതി ശിവജിയുടെ കാൽക്കല് വീണു. അപ്പോൾ ശിവജി ചോദിക്കും, ഇതെങ്ങനെ പരാജയപ്പെട്ട് ചോദിക്കും. നിങ്ങളുടെ 2 സേനാധിപതികളെ എനിക്ക് അതിലൊരു ചെക്കനുണ്ട്, കറുത്തൊരു സേനാധിപതി. അവൻ്റെ വശ്യമായി നിന്നിട്ടുള്ള ആ യുദ്ധപാഠം കണ്ടിട്ട് ഞങ്ങൾ മയങ്ങി നിന്നോന്ന് പറയാം. ഞങ്ങൾക്ക് അവനെ തോൽപ്പിക്കാനേ പറ്റണില്ല. അവനെ കാണാൻ കൂടിയിട്ടാണ് നിങ്ങളുടെ ആ സേനാധിപതിനെ എനിക്ക് ഒന്നും കൂടെ കാണണം, അതിനാണ് ഞാൻ വന്നതെന്ന് പറയും. കംപ്ലീറ്റ് പരാജയപ്പെടുത്തി. ഈ കൃഷ്ണനും ബലരാമനും കുതിരപ്പുറത്ത് പോയിട്ട് യുദ്ധം ജയിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു. അവർ വിചാരിച്ച് ഇവരുടെ സേനാധിപതിമാരാണ് അവരെന്ന് വിചാരിച്ചു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഗുരുവായൂർ നിങ്ങൾക്ക് ഉണ്ടായില്ലേ അനുഭവങ്ങൾ ഇഷ്ടം പോലെ? പായസം കിട്ടാണ്ട് വിചാരിക്കുമ്പോൾ പായസം കൊണ്ടു തരണതും അല്ലേ, എല്ലാവർക്കും ഉണ്ട്. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയിട്ട് അനുഭവം ഇല്ലാത്തവർ ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഭക്തിയൊന്നും ആയിരുന്നില്ല. ഞാൻ ശിവപാർവതിമാരുടെ ഭക്തിയായിരുന്നു. എനിക്ക് തൃശ്ശൂർ വന്നിട്ട്, ഞാൻ പാലക്കാട്ടുകാരിയാണ്, തൃശ്ശൂർ വന്നിട്ടാണ് കല്യാണത്തിന് ശേഷം എനിക്ക് ഗുരുവായൂരപ്പനെ പരിചയപ്പെട്ടതൊക്കെ. എന്നിട്ട് തന്നെ എന്തോ ഒരു അനുഭവങ്ങളാണ് ഭഗവാൻ നിന്ന്. ഊണ് കഴിഞ്ഞു വിചാരിച്ച് തിരിച്ചു പോയപ്പോൾ 3 ആൾക്കൊരു ഒഴിവുണ്ട് കൊണ്ട് വിളിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഊണൊന്നും കിട്ടില്ല എന്ന്. 3 നേരം ഒഴിവുണ്ട് കൊണ്ട് എന്നെയും അരവിന്ദ് പ്രഭുവിൻ്റെ ചേട്ടനെയും പിന്നെ ഒരു ആരൻ പ്രഭുവിൻ്റെ അമ്മേനെയും ഞങ്ങൾ 3 പേരെയും കൂടിയിട്ട് ഗുരുവായൂരിൻ്റെ ഉള്ളിൽ കുറിച്ച് ചോറ് നിന്നിട്ട് ഭഗവാൻ. പിന്നെ അതൊന്ന് അങ്ങനെ പായസത്തിൻ്റെ ഒരു കഥ എനിക്ക് അല്ലേ ഉണ്ടാവില്ലേ? ചില്ലറ പൈസ കൃഷ്ണ ഭഗവാൻ തന്നെ. ഭഗവാൻ പല വേഷത്തിലും വരും. ഭഗവാൻ അറിയാലോ. അപ്പൊ
കറുത്ത ചില്ലറെല്ലാം കൊടുത്തു. അതങ്ങനെ അതെല്ലാവർക്കും ഉണ്ടായിട്ട് എല്ലാവർക്കും ഈ അവിടെ പോകണം. പായസത്തിന്റെ കഥ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഈ പായസത്തിന്റെ കഥ ഇങ്ങനെ കിട്ടും. അപ്പൊ അതായത് നമുക്ക് നിസ്സാരക്കാരെ നമുക്ക് ഇങ്ങനെ അനുഭവം തരുന്നില്ലേ ഭഗവാൻ. അപ്പൊ പിന്നെ എന്തിനാ ഭയങ്കര ശരിക്കും എന്ത് പ്രശ്നം വന്നാലും ഭഗവാൻ അറിയാഞ്ഞിട്ട് ഒന്നും നടക്കില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ പൂർവ്വജന്മ പ്രകാരം നമ്മൾ ഇന്നത് അനുഭവിച്ച് പോകണം എന്ന് നിർബന്ധമാണ്. അതിലൂടെ തന്നെ കടന്നു പോകണം. പക്ഷെ ഭഗവാനിൽ വിശ്വാസം കളയേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. അതാണ് ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ മെയിൻ ലക്ഷ്യം നമ്മളിവിടുന്ന് ഭഗവാൻ ലോകത്തിൽ കൊണ്ടുപോകുന്നുള്ളത്. പക്ഷെ പിന്നെ നമ്മൾ അതിനെ ഭഗവാനിലെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ഭഗവാനിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്തു തരുന്നത്. അല്ലെ നമുക്ക് ഭഗവാനോട് ഇഷ്ടം വരുള്ളൂ. ഈ ആത്മാവിന് ആദ്യം ഒന്ന് ഇഷ്ടം വരണം. എന്നിട്ടല്ലേ ഞാൻ ആരാണ് ഭഗവാന്റെ അംശം എന്നൊക്കെ മനസ്സിലാവണേ കുറച്ച് ടൈം എടുക്കും. അപ്പൊ ആദ്യം ഭഗവാൻ കുറച്ച് ആഗ്രഹിക്കണമൊക്കെ കൊടുത്ത് ഇങ്ങനെ വശീകരിച്ച് പിന്നീട് പതുക്കെ പതുക്കെ നീ ആരാണ് ഞാൻ ആരാണെന്നൊക്കെ മനസ്സിലാക്കി തരും. അങ്ങനെയാണ്. അപ്പൊ അങ്ങനത്തെ അതിന് പറ്റിയ ഒരു മാസം അല്ലെ, ആ ഒരു ആധ്യാത്മികമായിട്ടുള്ള ഉയരാൻ പറ്റിയ മാസം. അപ്പൊ ഇവർ രണ്ടുപേർക്ക് ഇതുപോലെ മോക്ഷം കിട്ടി. രണ്ടുപേരും പ്രാർത്ഥിച്ചു. ഭഗവാൻ സ്പർശിച്ചപ്പോൾ തന്നെ നാരദ മഹർഷി ശപിച്ചുല്ലോ, ശാപമോക്ഷം കിട്ടണമെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ വന്ന് സ്പർശിക്കണം എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭഗവാൻ സ്പർശിച്ചപ്പോൾ ഇവർക്ക് മോക്ഷം കിട്ടി. ഇവര് ഭഗവാൻ ലോകത്തേക്ക് തിരിച്ചു പോയി. അങ്ങനെ ഈ ഗോപിയമാരൊക്കെ ഈ മരം വീഴുന്ന ശബ്ദം കേട്ടിട്ട് ഓടി വന്ന് യശോദ എന്താ ആരെ ഉണ്ണിനെ കെട്ടിയിട്ടേ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞു. അങ്ങനെ യശോദാദേവിയും ഗോപിയമാരും എല്ലാവരും ഇവിടെ വന്നിരിക്കും കേട്ടോ ഹരകൃഷ്ണൻ. അപ്പോൾ ചുറ്റുള്ള ഗോപിമാരൊക്കെ ഓടി വന്നു. അതെ, ആരാണ് ഉണ്ണിക്കണ്ണൻ, അയാൾ കഴിയാറായി കഥ. ഉണ്ണിക്കണ്ണനെ കെട്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞു. യശോദാദേവിക്ക് സങ്കടം വന്നു. അങ്ങനെ ഉണ്ണിക്കണ്ണനെ എടുത്ത് വാരിയെടുത്തു അല്ലേ. കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ രണ്ട് രൂപങ്ങൾ ഇങ്ങനെ ദൈവന്മാർ വന്നു ഉണ്ണിക്കണ്ണനാണ് വീഴ്ത്തിയിട്ടെന്നൊക്കെ പറഞ്ഞു. പിള്ളേർ പറഞ്ഞാൽ ആരും വിശ്വസിക്കണില്ല. പിള്ളേർ പറഞ്ഞാണ് സത്യം, പക്ഷെ ഇവർ വിശ്വസിക്കണില്ല. അവസാനം ഭഗവാനെ പേടി പറ്റിയിട്ടുണ്ടാവുന്ന പറഞ്ഞിട്ട് ഇവർ പശുവിൻ്റെ വാല് കൊണ്ട് ഉടിഞ്ഞു, ഭഗവാനെ ചാണകവെള്ളം കൊണ്ട് തെളിച്ചു. എന്നിട്ട് പിന്നെ ദൃഷ്ടിദോഷം മാറാനായിട്ട് ഇവരെന്തായാലും വെച്ച് കഴിഞ്ഞാൽ തിരിയില്ലേ, നെയ്യിൽ മുക്കിയിട്ട് തിരി കൊണ്ട് ആരതി ചെയ്യും. ആരതിയല്ല, ഉഴിയാണ് ചെയ്യണം. ഉഴിഞ്ഞിട്ട് പേടി പോകാതിരിക്കും. അപ്പോൾ ഈ ഭഗവാൻ ഇവരിനെ കണ്ടിട്ടേ ഭയങ്കര സന്തോഷം അടക്കാൻ പറ്റില്ല. സന്തോഷം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പ്രേമല്ലേ ഗോപിമാർക്ക് എന്നോട്. അദ്ദേഹത്തിന് അറിയാലോ ഞാൻ സാക്ഷാൽ ഈശ്വരനാണ്, എനിക്കൊന്നും പറ്റില്ല എന്ന്. പക്ഷേ ഈ ഗോപിമാർക്ക് പ്രേമാണ് ഭഗവാനോട്. എൻ്റെ ഉണ്ണിക്കണ്ണൻ എന്തെങ്കിലും പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ദൃഷ്ടിദോഷം മാറാനാണ് ചെയ്യണത് അല്ലേ. ഇത് കണ്ടപ്പോൾ സാക്ഷാൽ ഈശ്വരന് കുഴപ്പമുണ്ടാവാതിരിക്കാൻ ഭക്തി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ് ഇല്ലേ ഈ ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭഗവാൻ ഭയങ്കര പ്രസന്നമായിട്ട് അവരെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സർവത്ര വിജയം ഉണ്ടാവട്ടെ, ഇഹപര സുഖം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചു. ആ ഒരു മാസമാണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഓർമ്മയ്ക്കായിട്ട് ഈ മാസം മുഴുവൻ ആരതി ചെയ്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ നല്ല ഭൗതിക കാര്യത്തിനും പ്രാർത്ഥിക്കാം അല്ലേ. പിന്നീട് നമുക്ക് തന്നെ തോന്നുന്നു എന്തിനാ ഈ ഭൗതിക സംഭവങ്ങൾ, ആത്മീയത വേണ്ടത് നമുക്ക് തോന്നും അല്ലേ. തനിയെ തോന്നിക്കുള്ളൂ അത് ആത്മാവിന്. കുറക്കാലം കഴിയുമ്പോൾ നമുക്ക് ഭൗതികതകൾക്ക് അട്രാക്ഷൻ കുറയും അല്ലേ. എനിക്ക് കൃഷ്ണനെ മതി എന്നുള്ളൊരു പരിശുദ്ധി വരും. അപ്പോൾ അങ്ങനെ കൃഷ്ണനെ തന്നെ ഭഗവാൻ തരും. അപ്പോൾ അതിന് രണ്ടും നടക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ ഈ മാസം നമ്മൾ ആരതി ഇങ്ങനെ ചെയ്യാം അല്ലേ. ഒരു കീർത്തനം ഉണ്ട്, ആ പാട്ട് പാടിയിട്ട് ഭഗവാന്റെ പാദത്തിൽ കൃഷ്ണ ഭഗവാനെ യശോദാദേവി കെട്ടിയിടില്ല അവരെല്ലാം. കൃഷ്ണ ഭഗവാന്റെ പാദത്തിൽ 4 തവണ ഒഴിയാം, നാഭി ഭാഗത്ത് 2 തവണ ഒഴിയുക. ഭഗവാൻ ഇങ്ങനെ ആരതി ചെയ്യാം. ഭഗവാന്റെ മുഖത്ത് 3 തവണ ഒഴിയുക. മൊത്തം അമ്മേനെയും മോനെയും കൂടെ 7 തവണ ഒഴിയാം. അതാണ് ആരതി. ഇങ്ങനെയാണ് അപ്പോൾ ആരതി ചെയ്യേണ്ടത്. കഥ മിസ്സായില്ലേ. ഹരേ കൃഷ്ണ. സമയം എന്തായി മാതാജി? 8:30 അപ്പോൾ നമുക്ക് ആരതി ചെയ്യാം കേട്ടോ. ഹരേ കൃഷ്ണ. പിന്നെ ഒരു ദിവസം ഇവിടെ കഥ ദിവസം ഉണ്ട് എല്ലാ ഞായറാഴ്ചയും ഇടയ്ക്ക് വന്നോളൂ. അപ്പോൾ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.